കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല ദേശത്ത് ഈ ഭവനാങ്കണത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗത്തിനായി സ്തോത്രം. കഴിഞ്ഞ 3 ദിനങ്ങളിലും ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ ഈ ദിനങ്ങളിൽ ഈ മീറ്റിങ്ങുകൾ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മീറ്റിങ്ങിന് കൈത്താങ്ങൽ കൊടുക്കുന്ന സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ വേലയുടെ ഭാഗമായിരിക്കാൻ കർത്താവ് നമ്മയും ഈ നാളുകളിൽ തിരഞ്ഞെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട ഫാമിലിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അവർ ചില വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ചർച്ചിൽ ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഈ കുടുംബത്തെയും ദൈവം ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഇന്ന് രാത്രി കേൾക്കുവാൻ ഇടയായി തീർന്നു. ആ സാക്ഷ്യം തന്നെയാണ് സുവിശേഷം. അതിനപ്പുറം ഇന്ന് രാത്രി ഒരു സുവിശേഷം എന്ന് പറയുന്നത് എന്താകുമെന്നറിയത്തില്ല. ഇത് രാത്രി എല്ലാവരും കരമുയർത്തി വന്ന് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമാണോ എന്ന് അടുത്തിരിക്കുന്നതിനോട് ചോദിച്ചാൽ സന്തോഷമാണോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. പ്രശ്നമുള്ളിടത്ത് ശുശ്രൂഷിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സന്തോഷമാണെങ്കിലും ശുശ്രൂഷിക്കാം. ഈ രാത്രി എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. യേശോപ്പ നമ്മുടെ നടുവിലുണ്ട്. യേശോ പറഞ്ഞ 2-3 പേർ എൻ്റെ നാമത്തിൽ ആമേൻ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ടാകുമെന്നാണ്. കൂടി വരുന്നിടത്തൊക്കെയും ആ കർത്താവിൻ്റെ നാമത്തിൽ നമ്മളെവിടെ കൂടി വന്നാലും അവിടെ നമ്മുടെ കർത്താവ് ഉണ്ടാകുവാനിടയായി തീരും. ആ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. ഈ കഴിഞ്ഞ 3 ദിനങ്ങളിൽ ശുശ്രൂഷിച്ച എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവ് പ്രകാശിപ്പിച്ച ഒരു ദൈവവചനം നിങ്ങളുമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും മതി ജനമൊക്കെയും കണ്ടു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ ബ്ലെസ്സിങ് ആയ, വളരെ ചിന്തയ്ക്ക് ആധാരമായ ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവിന്ന് രാത്രി ഹൃദയത്തിനകത്ത് നൽകി തന്നത്. ഇതിനകത്ത് നിന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഒന്ന് അടുത്തിരി കരം കൊടുത്തിട്ട് പറ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 2 അവസ്ഥകളെയാണ് ഈ വേദഭാഗം കാണിക്കുന്നത്. എന്നോടുകൂടെ ഞാൻ ശാന്തമായി നിൽക്കത്തുള്ളൂ, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 2 അവസ്ഥകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിനകത്ത് കാണിക്കുകയാണ്. ഈ മനുഷ്യനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം എല്ലാ ദൈവമക്കൾക്കും സുപരിചിതമായ വാക്യമാണ്, വചനമാണ്. ആ മനുഷ്യൻ്റെ ഒരവസ്ഥ ദൈവജനം കണ്ടതുപോലെ അവൻ്റെ മറ്റൊരവസ്ഥയും അവിടുത്തെ ജനം കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആ ഭാഗങ്ങളെ 1-ാം വാക്യം മുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം വിശദീകരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാൻ കാര്യം ഒത്തിരി വിശദീകരിച്ചതാണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം ശുശ്രൂഷകരാണ്. എന്നേക്കാൾ ഈ വാക്യത്തേക്ക് വലിച്ചു കയറി ആമയെ 130 വ്യാഖ്യാനിച്ച് അതിനകത്ത് ഇനി നുള്ളിപ്പറക്കാനൊന്നുമില്ല. അത്രയ്ക്കും ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ കരമിറങ്ങി വരും. നിന്റെ ജീവിതത്തിനകത്തൊരു ദൈവ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ ദിനംപ്രതി, മുടന്തനായ മനുഷ്യൻ ദിനംപ്രതി ആ ദേവാലയ ഗോപുരത്തിൽ കൊണ്ടിരുത്താറുണ്ട്. ആ ദേവാലയത്തിൽ വരുന്നവരൊക്കെയും അവനെ കാണാറുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. അവനെ ദിനംപ്രതി കൊണ്ടിരുത്താറുണ്ട്. ദിനംപ്രതി അവനെ, അവിടെ വരുന്ന പുരുഷാരം, അവിടെ വരുന്ന ജനം അവനെ കാണാറുണ്ട്. അവനെ കാണുന്നതൊക്കെയും ഒരു കാഴ്ചപ്പാടിലാണ്, അവനൊരു മുടന്തനാണ്. മുടന്തൻ എന്ന വാക്കിൽ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം നോക്കിയാൽ അവനൊരു ശപിക്കപ്പെട്ടവനാണ്. എന്നും
മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത ഗതികെട്ടൊരവസ്ഥ. ആരെങ്കിലും കൊണ്ട് ഇരുത്തിയാലേ ഒരുപക്ഷെ അവരുടെ വീട്ടിനകത്ത് അന്നം നടക്കത്തുള്ളൂ. ആരെങ്കിലും കൊണ്ട് ഇരുത്തിയാലേ ദേവാലയത്തിൽ വരുന്നവർ അവന് ഭിക്ഷ കൊടുക്കത്തുള്ളൂ. ആരെങ്കിലും അവനെ കൊണ്ട് ഇരുത്തിയില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുകയാണ്, കൊണ്ടിരുത്തുന്നവർക്കും ഇരിക്കുന്നവനും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന നിലവാരത്തിൽ ആരൊക്കെ ഇവനെ ദിനം പ്രതി സഹായിച്ചു കൊണ്ടിരുന്നോ അവനെ ദിനം പ്രതി ആ ദേവാലയത്തിന് മുമ്പിൽ കൊണ്ടിരുത്തി അവൻ ഇരിക്കുന്നത് കണ്ട ഒരു ജനമുണ്ട്. ദിനം പ്രതി അവൻ ഒരു മുടന്തനായി, ഒരു ശപിക്കപ്പെട്ടവനായി, ഒരു ഒറ്റപ്പെട്ടവനായി ആ ദേവാലയത്തിന്റെ ഗോപുരത്തിൽ ആരൊക്കെ അവനെ കൊണ്ട് ഇരുത്തുന്നൊരു കാഴ്ച അവിടെ വരുന്ന ജനം കാണുവാനിടയായി തീർന്നു. എന്നാൽ ഒരു ദിവസം സംഭവങ്ങൾ അങ്ങ് തിരിയുവാനിടയായി തീർന്നു. അവസ്ഥകൾക്കൊരു മാറ്റം വരാൻ തുടങ്ങി. അവസ്ഥകൾക്കൊരു മാറ്റം വന്ന സമയത്ത് അവൻ ആരോ കൊണ്ട് ഇരുത്തിയെന്നല്ല പറഞ്ഞത്, അവൻ കുതിച്ച് എഴുന്നേൽക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം, ഇന്നലെ വരെ ആരുടെയെങ്കിലും പരാശ്രയത്തിലാണ് നീ ജീവിച്ചതെങ്കിൽ, ആരുടെയെങ്കിലും സപ്പോർട്ടിലാണ് ജീവിച്ചതെങ്കിൽ, നിന്റെ ഒരവസ്ഥ കണ്ട ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ദൂത് പറയാ, നിന്റെ അടുത്തൊരവസ്ഥ കാണാനുള്ള സമയമായി ഒരു പുതിയൊരു സീസൺ നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന് തുറക്കാൻ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 2026 ജനുവരി ഫെബ്രുവരി മാസം 1-ാം തീയതി ഈ ഗ്രൗണ്ടിൽ വെച്ച് ഞാനൊരു ദൂത് കൈമാറുകയാണ്. നിന്റെ അടുത്ത സീസൺ കാണാൻ സമയമായി. നിന്റെ തകർച്ച കണ്ടവർ നിന്റെ ഉയർച്ച കാണാൻ സമയമായി. നിന്റെ പരാജയം കണ്ടവർ നിന്റെ ജയം കാണാൻ സമയമായി. നിന്റെ ഒറ്റപ്പെടൽ കണ്ടവർ നിന്റെ കൂടെ ചിലർ നിൽക്കുന്നത് കാണാൻ സമയമായി. നിന്റെ ദാരിദ്ര്യം കണ്ടവർ നിന്റെ നന്മ കാണാൻ സമയമായി. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ വിശ്വസിച്ച് കരമടിച്ച് കർത്താവിനെ ആമേ പറ. നിന്റെ ഒരവസ്ഥ കണ്ട് നിന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കത്തില്ല. ലൈവിലൂടെ എന്നെ കാണുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നീ തകർന്ന വ്യക്തിയായിരിക്കാം, നീ ഉടയപ്പെട്ട വ്യക്തിയായിരിക്കാം, നീ പറയും നീ ഒരു പരാജിതനായ വ്യക്തിയാണ്, ഞാനൊരു ശപിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാനൊരു ഒറ്റപ്പെട്ട വ്യക്തിയാണ്, ഒത്തിരി പേർ എനിക്കുണ്ട്, പക്ഷെ സഹായിപ്പാൻ ആരുമില്ല, എന്നോട് ഒരു ആശ്വാസ വാക്ക് പറയാൻ ആരുമില്ല. എന്റെ തകർച്ചയും എന്റെ പരാജയവും എന്റെ നിരാശയും കൊണ്ടൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ മധ്യത്തിൽ നീ അവസാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ തകർന്നെടുത്ത് വെച്ച് കണ്ടതേ നിന്റെ ഉയർച്ച കണ്ടേ മതിയാകത്തുള്ളൂ എന്ന് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. ഇവനെ കണ്ടൊരു ജനം ഒരു ദിവസം ഒരു പ്രത്യേക കാഴ്ച കാണുകയാണ്. എന്താണ് കാണുന്നത്? ഇവൻ കുതിച്ചെഴുന്നേൽക്കുന്നു, ഇവൻ ഓടുന്നു, ചാടുന്നു, ദേവാലയത്തിലേക്ക് കയറുന്നു. ചാടിയും തുള്ളിയും കൊണ്ട് ജനം അവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജനം അത് കാണുകയാണ്. ഇവിടെ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ടവസ്ഥകളെ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഇവന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വരാനുണ്ടായ കാരണം അവിടെ പ്രവർത്തിച്ചത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. ഇവനെ വിടിവിച്ചൊരു മനുഷ്യനുണ്ട്, ഇവനെ സൗഖ്യമാക്കിയൊരു മനുഷ്യനുണ്ട്, അതിന് ദൈവം ഈ ഭൂമിയിൽ കാരണമാക്കിയൊരു മനുഷ്യനുണ്ട്. അവന്റെ ജീവിതവും ഒരു പരാജയപ്പെട്ട ജീവിതമായിരുന്നു, അവന്റെ ജീവിതവും ഉടയപ്പെട്ട ജീവിതമായിരുന്നു, അവനും ഒരു നിരാശയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനായിരുന്നു. സുവിശേഷ വേദഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവിന് നമ്മുടെ ഇന്നലകളും നമ്മുടെ ഇന്നും നമ്മുടെ നാളെയും വ്യക്തമായി അറിയാം. ഒരാമേൻ പറയാമോ? നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഇന്നലകളെയും നമ്മുടെ ഇന്നും നമ്മുടെ നാളെയെയും വ്യക്തമായി അറിയാം. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഒരിക്കൽ കൂടി ഞാൻ പറയാം, നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന് നിന്റെ ഇന്നലകളെയും നിന്റെ ഇന്നും നിന്റെ നാളെയും അറിയാം. ലോകത്തിന് നിന്റെ ഇന്നലകൾ അറിയാം, നിന്റെ ഇന്നേ ദിനങ്ങൾ അറിയാം, നാളെ അറിയാത്തത് കൊണ്ട് ഞാൻ പറയാം, ലോകത്തിലല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിൽ നീ വിശ്വസിക്കുവാനിടയായി തീരണം. ബന്ധുക്കളിലല്ല, ചാർച്ചക്കാരിലല്ല, സഭാവിശ്വാസികളിലല്ല, നീ നിന്റെ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിന്റെ നാളുകൾ അറിയാവുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതം നാളുകളിൽ ഒരു അത്ഭുതമാക്കി മാറ്റുവാനിടയായി തീരും. പത്രോസിന്റെ ജീവിതം ഒരു പരാജയപ്പെട്ട ജീവിതമായിരുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ ഒരു പരാജയമാണെന്നും പത്രോസ് ഇച്ചിരി എടുത്തുചാട്ടക്കാരനാണേലും
അവൻ ഒരു സ്ഥലത്ത് പരാജയപ്പെട്ടു പോകുമെന്ന് യേശുവിന് നല്ലവണ്ണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹിതനായ പത്രോസിനോട് യേശു ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, മനസ്സിലായില്ല, അതിൽ കിട്ടണമല്ലേ? എന്റെ മുഖം കണ്ടില്ലെങ്കിൽ സാരമില്ല, വചനം കേട്ടാൽ മതി. എന്റെ മുഖം കാണാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ മനുഷ്യനൊരു പരാജയപ്പെട്ടവനായിരുന്നു. സുവിശേഷ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന ലേഖനങ്ങൾ എന്ന സുവിശേഷങ്ങളിൽ മാറ്റമില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് പത്രോസിന്റെ പരാജയപ്പെട്ടൊരു ജീവിതമാണ്. പത്രോസ് പരാജയപ്പെട്ടതിനെ 4 സുവിശേഷങ്ങളും മറന്നു പോകാതെ 4 സുവിശേഷകന്മാർ എഴുതി വെച്ചു. ഒരു നല്ല ആമേൻ പറയണം. നിന്റെ ജയത്തെ പറയാൻ ആരും കാണത്തില്ല, നിന്റെ പരാജയത്തെ കാണാൻ ഒരുപാട് പേരുണ്ടാകും. സ്തോത്രം പറഞ്ഞില്ല. നിന്റെ ഉയർച്ചയെ കണ്ട് സന്തോഷിക്കാൻ ഒത്തിരി പേർ ആഗ്രഹിക്കത്തില്ല, മറിച്ച് നിന്റെ വീഴ്ച കണ്ട് സന്തോഷിക്കാൻ ഒത്തിരി പേരുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചേ, 4 സുവിശേഷങ്ങൾ ആമീൻ ഒരുപോലെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വളരെ ചുരുക്കമാണ്. 4 സുവിശേഷകന്മാരും മാറ്റമില്ലാതെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നാൽ 4 സുവിശേഷകന്മാരും മറന്നു പോകാതെ ഓർമ്മിച്ച് എഴുതി വെച്ചൊരു ഭാഗമുണ്ട്. യേശു കർത്താവിനെ പടയാളികൾ പിടിച്ചുകൊണ്ട് ആമേൻ കൊണ്ടുപോകുന്ന സമയത്ത് നടുമുറ്റത്ത് ആ തണുപ്പുള്ള സമയത്ത് തീ കായാനിരുന്നൊരു പത്രോസുണ്ട്. ആരും മറന്നുപോയില്ല എഴുതി വെക്കാൻ ഒരു കാരണമുണ്ട്. അവനോടൊരു പ്രവചന ദൂത് കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു. അത് അവനും യേശുവുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ അവന്റെ ആത്മാർത്ഥമായ ഉള്ളിലെ സ്നേഹം കൊണ്ട് ഞാനൊക്കെ പറയുന്നത് പോലെ പത്രോസ് പറഞ്ഞു, ഇല്ലെന്നാഥ, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. നീ ഒന്ന് പരാജയപ്പെട്ടു പോകുമെന്ന് പറയട്ടെ, നമ്മൾ പറയും അങ്ങനെ സംഭവിക്കത്തില്ല. നീ വീണു പോകുമെന്ന് പറയട്ടെ, നീ പറയും അങ്ങനെ സംഭവിക്കത്തില്ല. ആമേൻ. നമുക്കൊരു തോൽവി സംഭവിക്കുമെന്ന് പറയട്ടെ, നമ്മൾ പറയും അങ്ങനെ സംഭവിക്കത്തില്ല. പക്ഷേ പത്രോസും അതുപോലെ തന്നെയാണ്. ആമേൻ. പത്രോസും ഒരു കാരണവശാലും കർത്താവ് പറഞ്ഞിട്ടും അത് അംഗീകരിച്ചില്ല. പക്ഷെ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരു വാക്യം മാത്രം വായിച്ച മർക്കോസിന്റെ സുവിശേഷം വേഗത്തിൽ ഒരു ഭാഗം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ. അല്ല വേണ്ട, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം 54 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസ് അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ചൊന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. ആ 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 മതി. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. പത്രോസിനെ കുറിച്ച് 4 സുവിശേഷകന്മാരും മറന്നു പോകാതെ ഒരുപോലെ എഴുതി വെച്ച ഒരൊറ്റ കാര്യമുണ്ട്: പത്രോസിന്റെ പരാജയം. അത് എഴുതി വെക്കാൻ മറ്റൊരു കാരണമുണ്ട്. അത് കർത്താവിന്റെ പ്രവചനമായിരുന്നു. കർത്താവ് ഡയറക്റ്റ് പ്രവചിച്ചിട്ടും പത്രോസ് അത് അംഗീകരിച്ചില്ല. ഒരിക്കലും അത് സംഭവിക്കത്തില്ലെന്ന് പത്രോസ് പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞു, നാളെ കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. അതുപോലെ 3 വട്ടം പത്രോസ് തള്ളിപ്പറഞ്ഞു. പത്രോസിന്റെ ജീവിതം ഒരു പരാജയമായി നിന്നൊരു സാഹചര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തോടുകൂടെ നടന്നിട്ടും നീ പരാജയപ്പെടത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതൊന്നും ശരിയല്ല. ഒരു പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം വരാം, നിന്റെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ വരാം, നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷെ ഒരു രോഗം കടന്നു വരാം,
നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരാം. നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ചിലർ നിന്നെ തള്ളിപ്പറഞ്ഞെന്ന് പറയാം. പക്ഷേ ആ പരാജയം കൊണ്ട് നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയില്ല. ഇന്ന് രാത്രി ഈ ചുരുക്കം കൂട്ടത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലയിൽ പരാജയപ്പെട്ടിരിക്കുന്നെങ്കിൽ, പരാജയപ്പെട്ടു പോയ നിന്നെ ഉയർത്തുവാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് രാത്രികാലം അവന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. പരാജിതനായ പത്രോസിന്റെ ജീവിതത്തെ പിന്നെ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി യേശു അവനോട് വീണ്ടും 3 വട്ടം വന്ന് എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞ്, എൻ്റെ ആടുകളെ പരിപാലിക്ക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും ആമേൻ ആധികാരികം അല്ലെങ്കിൽ ശക്തമായിട്ട് പത്രോസിന് ആ ദൂതുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായത്തിനകത്ത് ഒരു ദൂത് കർത്താവ് പറഞ്ഞ് അവരെ വിട്ടുപോയി. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഇന്ന് രാത്രി ചിലത് പ്രാപിക്കാൻ ഇതിനകത്തിരിക്കുന്നെങ്കിൽ, ചിലത് പ്രാപിക്കാൻ നിനക്കിനിയുമുണ്ട്. മതിയാകുവോളം നിന്നെ നിറയ്ക്കുന്നൊരു മുൻമഴയും പിന്മഴയും പെയ്യാൻ ഇന്ന് രാത്രി സാധ്യതയുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചിലതിനൊക്കെ പ്രവചിക്കുകയാണ്. ഇന്ന് വരെ നീ പ്രാപിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ, ഇന്ന് വരെ ദൈവം നിന്നെ നിറച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ഒരു പുതിയ ദൗത്യത്തിന് വേണ്ടി ഇതിനകത്ത് ചിലതിന് ദൈവം നിറച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഈ രാത്രി ഇടപെടുകയാണ്. ഇതിനകത്തുനിന്ന് ഒരു സൈന്യത്തെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇതൊരു ആലയമല്ല, ഇതൊരു പവർ കോൺഫറൻസ് അല്ല. പക്ഷെ ഈ നടുമുറ്റത്തിനകത്ത് ഒരു നടുമുറ്റത്തിൽ പരാജയപ്പെട്ടെങ്കിൽ അടുത്തൊരു നടുമുറ്റ ഒരുത്തന്റെ ജയത്തിന് വേണ്ടി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ആത്മാവിനെ പ്രവചിക്കുകയാണ്. ഈ നടുമുറ്റം നിന്റെ പരാജയത്തിന്റെ നടുമുറ്റമല്ല. ഈ നടുമുറ്റം നിന്റെ ബലഹീനത ചുമക്കുന്ന നടുമുറ്റമല്ല. ഈ നടുമുറ്റം നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന നടുമുറ്റമല്ല. നിന്നെ എന്തുകൊണ്ട് മാനിച്ചുയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ നടുമുറ്റത്തിനകത്ത് ഇറങ്ങും. പത്രോസ് പരാജയപ്പെട്ടു. അധികം ബന്ധങ്ങളില്ലാതെ പത്രോസായി മാറി. പിന്നെ 11 പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആമേൻ, ആമേൻ. അവസാനമായി ചുരുക്കം പേരായിട്ട് ശേഷിക്കുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ലൂക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അറിയാം. പക്ഷേ വാഗ്ദത്ത പ്രകാരം പത്രോസും ശിഷ്യന്മാരും ഒരുമിച്ചൊരു ഭവനത്തിനകത്ത് കയറിയിരിക്കാനിടയായി തീർന്നു. ഭവനം തന്നെ വേണമെന്നില്ല. ഇന്ന് രാത്രി ഇതും ഭവനമെല്ലാം കണക്കാണ്. കാരണം എൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വരുന്നിടത്തൊക്കെയും, അവൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. കാർ പോർച്ച് എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല, നടുമുറ്റം എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല, പള്ളി തന്നെ വേണമെന്നൊന്നുമില്ല, AC തന്നെ വേണമെന്നൊന്നുമില്ല, കൊട്ടാരം തന്നെ എൻ്റെ ദൈവത്തിന് വേണമെന്നില്ല. കാരണം അവൻ പിറന്നതേ കുടിലിനകത്താണ്. ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് വിളിച്ചു പറയാ, അവൻ്റെ ജനനമേ വഴിയമ്പലത്തിനകത്താണ്. അവൻ കൊട്ടാരത്തിൽ പിറന്നവനല്ല, അവൻ വഴിയമ്പലത്തിൽ പിറന്നവനാണെങ്കിൽ അവന് നമ്മുടെ മുമ്പിൽ ഡിമാൻഡുകളില്ല. ഇന്ന് രാത്രി ഡിമാൻഡ് ഇല്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്ന ഒരേ ഒരു ദൈവമാണ്. ഡിമാൻഡുകളില്ലാതെ നമ്മെ സ്നേഹിച്ച, ഡിമാൻഡുകളില്ലാതെ നമ്മെ വീണ്ടെടുത്ത, ഡിമാൻഡുകളില്ലാതെ നമ്മെ മാനിക്കുന്ന, ഡിമാൻഡുകളില്ലാതെ നമ്മെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രം. ഹല്ലേലൂയ. ബാക്കി എല്ലാത്തിനും ഡിമാൻഡുകളുണ്ട്. നീ അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യാം, നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. എൻ്റെ യേശു കർത്താവിന് ഡിമാൻഡുകളില്ല. സ്തോത്രം പറയാമോ? ബൈബിൾ പറയുന്നു ദൈവം സ്നേഹമാകുന്നു. ആ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സിംബലാണ് യേശു കർത്താവ്. ആ യേശു കർത്താവിന് നിങ്ങൾ അടിമുടി ശോധന ചെയ്താൽ സ്നേഹം മാത്രമേ കാണത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ പ്രതിബിംബമാണ് യേശു കർത്താവ്. ദൈവം സ്നേഹമാണ്. നിന്റെ ജാടയും നിന്റെ മുടയും നിന്റെ അഭ്യാസവും ഞാൻ വലിയവനാണെന്നും നീ ചെറിയവനാണെന്നുള്ള ജാമേ ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ വ്യാപരിക്കുന്നത് യേശുവാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സ്നേഹിക്കാൻ നിനക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ വലിയ വെളിപ്പാടില്ല, സാരമില്ല. വലിയ ദർശനമില്ല, സാരമില്ല. വലിയ പ്രസംഗിക്കാൻ കഴിവില്ല, സാരമില്ല. നീ വലിയൊരു പ്രാർത്ഥനക്കാരിയോ പ്രാർത്ഥനക്കാരനോ അല്ല, സാരമില്ല. നിന്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവമാണ്. ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. പരാജയപ്പെട്ടു പോയവനെയും സ്നേഹിച്ച് മാളിക മുറിക്കകത്ത് കയറ്റിയിരുത്തിയ ഒരു ദൈവമുണ്ട്. മാളിക മുറിക്കകത്തിരുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി
പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ആമേൻ പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ സാന്നിധ്യം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആമേൻ. അവിടെ 2-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ പതിഞ്ഞു. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ്, ഒന്ന് പറ, എല്ലാവരും പരിശുദ്ധാത്മാവ്. രാത്രി ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ ഇതുവരെയും പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ബൈബിൾ പഠിപ്പിക്കുന്നതിനനുസരിച്ച് വലിയൊരു കൂട്ടം ശുശ്രൂഷകർക്ക് പോലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവില്ലാത്തവരുണ്ട്. സ്നാനപ്പെട്ടപ്പോൾ വന്ന ഇക്കിളിയും അന്ന് പ്രാപിച്ചതുമാണ് എന്ന് വിശ്വസിച്ച് അത് വെച്ച് മുൻപോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിനകത്ത് പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലേക്ക് എത്തി. എപ്പഫ്രാസിനാൽ സ്ഥാപിതമായ എഫെസോസിലെ സഭയിൽ അവരോടൊപ്പം അല്പദിവസങ്ങൾ പൗലോസ് ശുശ്രൂഷയിൽ താല്പര്യത്തോടെ സഹകരിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവെ അപ്പോസ്തലനായ പൗലോസിനൊരു കാര്യം മനസ്സിലായി. ഇവരുടെ മേൽ ആ സാധനം ഇല്ല. ഒരാമേൻ പറയാമോ? ഇവരുടെ മേൽ ആ സാധനമില്ല. 3-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19 പൗലോസ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? എന്നെ പോലെ ജാടയില്ലാത്തവനായതുകൊണ്ട്, എന്നെ പോലെ കാപട്യമില്ലാത്തവനായതുകൊണ്ട്, എന്നെ പോലെ കള്ളനല്ലാത്തത് കൊണ്ട് ഉള്ളത് പറഞ്ഞു. ഈ സാധനം എന്തെന്ന് പോലും നമ്മളാണ് പിടിച്ചു കയറിയനായിരുന്നു. നമ്മളാണ് പിടിച്ചങ്ങ് കയറിയനായിരുന്നു. എന്നിലൂടെയാണ് ഇപ്പൊ നെയ്യാറ്റിൻകര പട്ടണത്തിൽ മൊത്തം ഒഴുകുന്നത്. എന്നിൽ നിന്ന് ഒഴുകുന്നതാണ് നെയ്യാറ്റിൻകര മൊത്തം. എല്ലാരും പോയി കണ്ണും ഒരു കല്ലേലി ഒരു ആമേൻ പറ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പ്രാപിച്ചവരെ കുറിച്ചും നിത്യതയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നേ. പ്രാപിക്കാത്ത ഒരെണ്ണം ഇതിനകത്തുണ്ടെങ്കിൽ നീ മുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് അത് പ്രാപിക്കണം. ഔദാര്യമായി തരുന്ന അപ്പനോട് ചോദിക്കണം. മക്കൾ അപ്പൻ ചോദിച്ചാൽ അവന് പാമ്പിനെയും തേളിനെയും അല്ലേ ഒക്കെ കൊടുക്കുന്നൊരു ഈ ലോകത്തിൻ്റെ അപ്പനല്ല. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ, തന്നോട് യാചിക്കുന്നവർക്ക്, തന്നോട് ചോദിക്കുന്നവർക്ക്, തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. രാത്രി എന്ത് പ്രാപിച്ചാലും ഒരു തൃപ്തി ഉണ്ടാകണം. ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കുന്നതിൽ ഒരിക്കലും തൃപ്തി ഉണ്ടാകരുത്. ഒരു മനുഷ്യന്റെ ജീവിതം പരാജയമായിരുന്നു. പത്രോസ് ഒരു പരാജയപ്പെട്ടവനായിരുന്നു. പക്ഷെ കാത്തിരുന്നപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ആ കൂട്ടത്തിൻ്റെ മേൽ അയച്ചു. തോറ്റവന്റെ മേൽ വ്യത്യസ്തമായൊരു നിറവ് വെളിപ്പെട്ടു. തോറ്റവന്റെ മേൽ ഒരു വ്യത്യസ്തമായ നിറവ് വെളിപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, 3-ാം അധ്യായത്തിലെ ശപിക്കപ്പെട്ട മുടന്തനെ നിനക്കറിയത്തുള്ളൂ. പക്ഷെ 2-ാം അധ്യായത്തിൽ തകർക്കപ്പെട്ട ഒരു മുടന്തനുണ്ടായിരുന്നു. പത്രോസിനറിയാം അത് ഞാനാണ്. തല ഉയർത്തി ബാക്കിയുള്ള ശിഷ്യന്മാരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ അരിമനാഥനെ തള്ളിപ്പറഞ്ഞു പോയ കുറ്റബോധത്താൽ പിന്നൊരിക്കലും പത്രോസിന്റെ തല നിവർന്നിട്ടില്ല. ഞാൻ അവന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ്. ഞാനൊന്ന് അവനെ അനുഭവിച്ചു പറയുകയാണ്. എവിടെയൊക്കെ കുറ്റബോധം കൊണ്ട്, എവിടെയൊക്കെ തോൽവി കൊണ്ട്, എവിടെയൊക്കെ പരാജയം കൊണ്ട് എനിക്കെൻ്റെ അരിമനാഥനെ തള്ളിപ്പറയേണ്ടി വന്നല്ലോ. അതൊരു കേവലം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും എൻ്റെ യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നുള്ള ഒരു കുറ്റബോധ. അവൻ കുറ്റബോധം വഹിച്ച് ആരും കൂടെയില്ലാതെ ഒറ്റപ്പെട്ടവനായി നിൽക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 14 വാക്യം എഴുതി വെച്ചു. ആ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ. എവിടെ പോയിരുന്നു ഈ ബാക്കിയുള്ള 10 പേർ? നിന്നെ ഞങ്ങൾക്ക് വേണ്ട. നീ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്, നീ തോറ്റവനാണ്, നീ വീണുപോയവനാണ്, നീ പരാജയപ്പെട്ടവനാണ്.
ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ അവൻ എണീറ്റപ്പോൾ ഒപ്പം എണീക്കാൻ ഒരു തലമുറ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ആത്മാവിൽ ഒരു പ്രവചനം ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുകയാണ്. വെളിപ്പെടേണ്ടതുപോലെ ഒരു ആത്മശക്തി നിന്റെ മേൽ വെളിപ്പെട്ട നീ ഒറ്റയ്ക്കായിരിക്കത്തില്ല. ഒരു തലമുറ നിന്റെ കൂടെ എഴുന്നേറ്റ് നിൽപ്പാൻ ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്ന അവിടെ പത്രോസിന്റെ ശാപം പൊട്ടി. അവിടെ അവന്റെ ഒറ്റപ്പെടൽ മാറി. അവൻ 11 പേരോടുകൂടെ എണീറ്റ് നിന്ന് ആത്മശക്തിയോടെ യോവേൽ പ്രവചിച്ചിട്ട പ്രവചനത്തെ ആവർത്തിച്ചു. അസാധാരണകരമായ ദൈവശക്തി വെളിപ്പെട്ടു. അവിടെ തിരുവഴുത്തിൽ കാണുന്നത് പോലെ ഒറ്റ പ്രസംഗം 3000 പേർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഇന്ന് രാത്രി 3000 ഇല്ലേലും സാരമില്ല. 4 ദിവസത്തെ സുവിശേഷ യോഗത്തിനകത്ത് ഈ പട്ടണത്തിനകത്ത് ഒരു വ്യക്തിയെങ്കിലും എന്റെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പറ്റത്തുള്ളൂ. നീ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ. അജീഷ് ബ്രദർ പറഞ്ഞതുപോലെ കേൾക്കാൻ ഒരു കൂട്ടം പേരുള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കേൾപ്പാൻ ഒരു കൂട്ടം പേർ. ആ പെണ്ണാപ്രന്നോളും കേട്ടതാണ്, വന്ന് കമ്മിറ്റിക്ക് കൂടിയതല്ല, അല്ലേ? അവൾ എന്ത് ചെയ്തു? കേട്ടു. അവൾ നമ്മളെ പോലെ, ഈ മുടന്തനെ പോലെ അവൾ ഒരു ശപിക്കപ്പെട്ടവളാണ്. എല്ലാ ബൈബിളിൽ പഠിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതം പഠിച്ചാലും ഒരു പാഠപുസ്തകത്തിന് 2 പുറമുള്ളതുപോലെ, ഒരു ഷീറ്റ് പേപ്പറിന് 2 വശങ്ങളുള്ളതുപോലെ, ഒരു മതിലിന്റെ ഭിത്തിക്ക് 2 വശങ്ങളുള്ളതുപോലെ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് 2 വശങ്ങളുണ്ട്. സൂപ്പർ നാച്ചുറലായി ആരും വന്നേ ആരുമില്ല കുഞ്ഞേ. വീണും തകർന്നും ഉടഞ്ഞും പരാജയപ്പെട്ടും ക്ഷീണിച്ചും മടുത്തും കരഞ്ഞും നിലവിളിച്ചും ചരിത്രത്തിലേക്ക് കയറിയവരെ നമുക്ക് പുസ്തകത്തിനകത്ത് നിന്ന് കാണാൻ പറ്റും. ഒരു നല്ല ആമയും പറ. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയെങ്കിലും നീ ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും നീ തകർച്ച അനുഭവിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും നീ കുറ്റബോധത്തിൽ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി അതുകൊണ്ട് നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല. തോറ്റെടുത്ത് നിന്നെ ജയിപ്പിക്കുന്ന, പരാജയപ്പെട്ടെടുത്ത് നിന്നെ ഉയർത്തുന്ന, ആമേ ഒറ്റപ്പെട്ടെടുത്ത് നിന്നെ മാന്യനാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുക്കലാണ് ഇന്ന് രാത്രി ഞാൻ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമൊന്നടിച്ച്, ആ വിശുദ്ധ കരമൊന്നടിച്ച്, അപകത്വമുള്ള അതരം തുറന്ന് ഒന്ന് നല്ലവണ്ണം അപ്പായൊന്ന് സ്തുതിച്ചാട്ട് ഇന്ന് രാത്രിയിൽ വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഒരു പക്ഷെ നമുക്കത് ആവശ്യമില്ലെങ്കിൽ ഈ ദേശത്ത് ഒത്തിരി പേർ ആ വെളിച്ചത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. ഇരുളിലിരിക്കുന്ന ജനം ഒരു വലിയൊരു പ്രകാശം കാണട്ടെ. ഈ സുവിശേഷ യോഗം അതിനൊരു മുഖാന്തരമാകട്ടെ. ചിലർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കട്ടെ, ചിലർ വിടുതൽ അനുഭവിക്കട്ടെ, ചിലരുടെ പേരുകൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന നിലവാരത്തിൽ യേശു ചെന്ന് ചില ജീവിതങ്ങൾ സമർപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കേട്ടവളും യേശുവിന്റെ അടുക്കലേക്ക് വന്നു. അവളുടെ ജീവിതം മാറി, അവളുടെ സാഹചര്യം മാറി, അവളുടെ രോഗം മാറി. അവൾ ഒറ്റപ്പെട്ടവളായിരുന്നു. ചരിത്രപരമായി പഠിച്ചാൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ശപിക്കപ്പെട്ട രോഗമായി കണ്ടിരുന്ന രോഗങ്ങളിൽ ഒന്ന് കുഷ്ഠരോഗം, ശാപം, രക്തസ്രാവം, ശാപം, ഇങ്ങനെയുള്ള രോഗങ്ങൾ അവളും ശപിക്കപ്പെട്ടവളായി, ഒറ്റപ്പെട്ടവളായി. ആരും ഒരു നല്ല വാക്ക് പറയാതെ, ആരും ഒരു ആശ്വാസ വാക്ക് പറയാതെ അവളും ഭാരപ്പെട്ട് ഒറ്റപ്പെട്ട ജീവിതം നയിച്ചവളാണ്. പക്ഷേ അവളും കേട്ടത് സുവിശേഷമാകുകയാണ്. 4 ദിവസം കൊണ്ട് ഈ പട്ടണം കേൾക്കുന്നത് സുവിശേഷമാകുകയാൽ ഞാൻ വിശ്വസിക്കുന്നു സാത്താൻ ഇവിടെ വാഴുമെന്നല്ല, ദൈവ സാന്നിധ്യം പട്ടണത്തെ വാഴും. ദൈവ സാന്നിധ്യം ചിലതിനെ രൂപാന്തരപ്പെടുത്തും. ദൈവ സാന്നിധ്യം ഞാൻ ഈ രാത്രി പറയുമ്പോൾ പരിശുദ്ധാത്മനോട് പറയുന്നു, ചില യൗവന തലമുറകളുടെ മേൽ ഈ ബ്ലാങ്ങാമൂർ ദേശത്ത് ദൈവ സാന്നിധ്യം വീഴാൻ സമയമായി. ചില അമ്മമാരുടെ കണ്ണുനീരുകൾക്ക് മറുപടി ലഭിക്കാൻ സമയമായി. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, ഈ നടുമുറ്റത്തും ചില തലമുറകളുടെ കണ്ണുനീരിന് വേണ്ടി ചില അമ്മമാരുടെ കണ്ണുനീരുകൾ വീണിട്ടുണ്ട്. ചില തലമുറകളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒഴിക്കപ്പെട്ട കണ്ണുനീരുകൾ വൃഥാവാകത്തില്ല. ഈ 2026 കഴിയുന്ന
വരുന്നതിന് മുമ്പ് ഈ പട്ടണത്തിൽ നിന്ന് ചിലതിനെ എന്റെ കർത്താവ് അവന് വേണ്ടി വീണ്ടെടുക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവധി ശക്തമായി ഇടപെടുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറകൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ജനത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സന്തോഷിച്ചോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ സമയമായി പ്രിയാന്റിയോട് പരിശുദ്ധാത്മാവ് പറയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ സമയമായി, നിന്റെ യാചനകൾക്ക് മറുപടി വരാൻ സമയമായി, നീ ദൈവസന്നിധിയിൽ ചോദിച്ച വിഷയങ്ങൾക്ക് മറുപടി വരാൻ സമയമായി. പലപ്പോഴും ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒറ്റപ്പെട്ടവളായി എവിടെയൊക്കെ പലരുടെ മുമ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി വെളിപ്പെടുമ്പോൾ ആമേൻ മോശയുടെ കരം ഇരുകരങ്ങളും താങ്ങുവാൻ ഒരു യോശുവയോ ആമേൻ ഒരുവന് കൂടെ ഉണ്ടായിരുന്നത് പോലെ നിന്റെ കൂടെ നിൽക്കാൻ ദൈവം ചിലതിനെ ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുമ്പോൾ വിശ്വസിപ്പാൻ കഴിയുന്ന ദൈവമക്കൾ കരമടിച്ച് ശക്തിയോടെ ആ കർത്താവിന് ശക്തിയോടെ മഹത്വം കൊണ്ട് ചില മോശമാർ, ചില യോശുവമാർ ആമേൻ ചിലത് ഈ പട്ടണത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരൊഴുക്കുന്നോ അവിടെ അഹരോനും ഹൂരും ഒക്കെ പുറത്തു വന്നിരിക്കും. ആമേൻ. പട്ടണത്തിന്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ഇന്ന് രാത്രി നിങ്ങൾ ഉറപ്പിച്ചു കുറിച്ചിട്ടോ, ചിലത് കയറി വന്ന് എനിക്ക് എന്റെ യേശുവിനെ വേണം. ആന്റി വിശ്വസിച്ചോ? ഈ ഭവനത്തിലെ ആന്റി വിശ്വസിച്ചോ? ചിലത് കയറി വന്ന് എനിക്ക് നിന്റെ യേശുവിനെ വേണമെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കുടുംബത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇടപെടുകയാണ്. എനിക്ക് യേശുവിനെ വേണം, എനിക്കും നിങ്ങളുടെ യേശുവിനെ വേണം, എനിക്കും നിങ്ങളെ കൂടെ ദൈവത്തെ ആരാധിക്കണം, എനിക്കും പള്ളിയിൽ വരണം എന്ന് പറയത്തക്ക നിലവാരത്തിൽ പട്ടണത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരസ്പർശനം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുമ്പോൾ വിശ്വസിപ്പാൻ കഴിയുന്ന ദൈവജന ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് കാമയും പറയാൻ പറ്റും? ഹല്ലേലൂയ. അവളും തകർക്കപ്പെട്ടവളായിരുന്നു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. 12 വർഷത്തെ അവിടെ ശാപജീവിതമല്ല അവൾ നോക്കിയത്, കേട്ടവനിൽ വിശ്വസിച്ചു. നിന്റെ ലൈഫിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഒരു നെഗറ്റീവുകളെയും വിശ്വസിക്കരുത്. ഒരു നെഗറ്റീവുകളെയും വിശ്വസിക്കരുത്. നിന്റെ വീഴ്ചയാണോ നീ അതിൽ വിശ്വസിക്കരുത്. നിന്റെ തോൽവിയാണോ നീ അതിൽ വിശ്വസിക്കരുത്. 2 മണിക്കൂർ പ്രാർത്ഥിച്ച നീ ഇപ്പൊ അരമണിക്കൂറെ പ്രാർത്ഥിക്കുന്നുള്ളൂ. 2 മണിക്കൂർ പ്രാർത്ഥിച്ചതിൽ വിശ്വസിക്ക്, അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കരുത്. അത് സത്യമല്ല. വാഗ്ദത്തത്തിന് വിരോധമാണോ നിന്റെ പടക് സഞ്ചരിക്കുന്നേ? സാരമില്ല, വാഗ്ദത്തത്തിൽ വിശ്വസിക്ക്. സഞ്ചരിക്കുന്ന പടകിന്റെ സാഹചര്യത്തെ നോക്കരുത്, അത് സത്യമല്ല. അതൊക്കെ താൽക്കാലികമാണ്. അടുത്തിരിക്കുന്ന രണ്ടൊരു കരം കൊടുത്തിട്ട് പറയും, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത താൽക്കാലികമാണ്, ഇന്ന് നീ അനുഭവിക്കുന്ന കടഭാരം താൽക്കാലികമാണ്, ഇന്ന് നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് താൽക്കാലികമാണ്, ഇന്ന് നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ താൽക്കാലികമാണ്, ഇന്ന് നീ അനുഭവിക്കുന്ന ദാരിദ്ര്യം താൽക്കാലികമാണ്. നിന്റെ സ്വപ്നത്തിൽ ഒരു നല്ല വീടില്ലേ? പറ, ഇന്ന് കിടക്കുന്ന വീട് താൽക്കാലികമാണ്, ഇന്ന് സഞ്ചരിക്കുന്ന കാർ താൽക്കാലികമാണ്. ഒറിജിനൽ വരാൻ പോവുകയാണ്, ഒറിജിനൽ വരാൻ പോവുകയാണ്. അതാ പ്രാരംഭത്തിൽ പറഞ്ഞ നീ ഒരു ശപിക്കപ്പെട്ടവനായി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇറക്കുന്നവനായി കണ്ടവന്റെ അതേ കണ്ണ് ഒരു പ്രവചന ദൂതിന്ന് രാത്രി പറയാം. നിന്റെ തകർച്ച കണ്ട അതേ കണ്ണ് നിന്റെ ഉയർച്ച കാണും. നിന്റെ തലമുറ വഴിവിട്ട ജീവിതം കണ്ട അതേ കണ്ണ് നിന്റെ തലമുറയുടെ നല്ല നടപ്പ് കാണും. നിന്റെ ഒറ്റപ്പെടൽ കണ്ട അതേ കമാൻ. ഇന്ന് രാത്രി ഈ ദൂതികൾ സ്വീകരിക്കാൻ കഴിവുള്ളവർ ഈ രാത്രി ഈ ഗ്രൗണ്ടിന്റെ അന്തരീക്ഷം മാറുകയാണ്. ഇന്ന് രാത്രി ചില ദൈവപ്രവർത്തികൾ എന്നോട് കർത്താവ് പറയുന്നു, ഇതിനകത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ വെളിപ്പെടുന്ന രോഗബന്ധനങ്ങൾ ഈ രാത്രി കർത്താവ് എടുത്തു മാറ്റും. നീ ശരീരത്തിൽ അനുഭവിക്കുന്ന, എന്നോട് കർത്താവ് പ്രത്യേകം പറയുന്ന, അസ്ഥി സംബന്ധമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ കരം, മനുഷ്യന്റെ കരമല്ല, പാസ്റ്ററിന്റെ കരമല്ല, പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് രാത്രി നിന്നെ തൊടും. നിന്റെ മേൽ അസ്ഥി സംബന്ധമായ രോഗങ്ങളെ യേശു എടുത്തു മാറ്റി നീ രാത്രി സൗഖ്യമാകും. ഹല്ലേലൂയ. റബദാ ഹസിയാൽ ഖമന ഗഡഗസ്മിനി യാന്തരോ ജനാദി ഗഡഗസി അർത്തുനാ മഹബ്ദരേ ജനാദി ഗഡഗസി. അല്പനിമിഷങ്ങൾ അന്യഭാഷ എന്ന് പറയാമോ? റാസേ തേരി ആൽക്കോ സദേരി അർത്തുനി മഹബ്ദ
എന്നോട് ഞാൻ കാണുന്നു ഒരു കരമിറങ്ങി വരുന്നുണ്ട് ഈ രാത്രി. പരിശുദ്ധാത്മാവിന്റെ കരമിറങ്ങി വരുന്നുണ്ട്. ഇതിനകത്ത് ദൈവം ചിലതിനെ സ്പെഷ്യലായി സ്പർശിക്കുന്ന ഒരു കാഴ്ച ഈ രാത്രി ആത്മകണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് രാത്രികാലം ആത്മമണ്ഡലം ഇതിനകത്ത് തുറക്കപ്പെടുകയാണ്. അസാധാരണകരമായ വിടുതലിന്റെ കരങ്ങൾ ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. സാധാരണകരമായ ദൈവകരം ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. അത്ഭുതത്തിന്റെ കരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. വിടുതലിന്റെ കരം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ കരം ഇന്ന് രാത്രി ചലിക്കപ്പെടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉടലമന ഹദരഘടകസി അർത്ഥപ്രൗഢമന ഘടക ശബലധര ഘടകസി അന്തരജന ഘടകസി അതുരമന ഘടകസി. ശക്തിയോടെ ആരാധിച്ചു. അമേൻ. ആരാധിച്ചെന്ന് രാത്രി ആത്മാവിന്റെ വലിയ മഹത്വം, ആത്മാവിന്റെ വലിയ ഗ്ലോറി ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അമേൻ. ചിലതിനെ ആള് മാറ്റുന്ന ഒരു അനുഭവത്തെ ഇന്ന് രാത്രി ഹല്ലേലൂയ പരാജയപ്പെട്ടതിനെ പരാജയത്തിനകത്തു നിന്ന് പുറത്തെടുക്കുന്ന ഒരു രാത്രിയായി, ഒരു വലിയ ജയത്തിന്റെ രാത്രിയായി. ആമേൻ. ഇന്ന് രാത്രി ഒരു ജയത്തിന്റെ രാത്രിയാകട്ടെ. ഈ വ്ളാങ്കാ മുറിക്കകത്ത് ജയത്തിന്റെ കൊടി ഉയരുന്ന ഒരു രാത്രിയായി. പുതിയ കാലഘട്ടങ്ങൾ തുറക്കുന്ന, പുതിയ കാലഘട്ടങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുന്ന, ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവൻ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന, ദൈവത്തിന്റെ സ്വപ്നം പുറത്തു വരുന്ന രാത്രിയായി, ദൈവത്തിന്റെ ഇഷ്ടം പുറത്തു വരുന്ന രാത്രിയായി, ദൈവത്തിന്റെ മഹത്വം പുറത്തു വരുന്ന രാത്രിയായി. ഉഡാബാന ഹംദാരാബ അൽമാനിയ സന്തരാമന വൈഡ പ്രൗഢദാരഗസ്മി അന്തൽ ഖമന അടകൾ പ്രൗഢമനദരഗസ്മി അന്തൽ ഖമനദരഗ റിമാന ഹദുരവല ബൗഷമന ഉടലമന ഹദുരവല ബൗഷമന ദരഗ വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ഒരു പുതിയ സീസൺ നിന്റെ ജീവിതത്തിൽ കർത്താവ് തുറക്കപ്പെടും. ഒരു പുതിയ സീസണിലേക്ക് ആമേ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത് പോലെ നിന്നെ നോക്കുമ്പോൾ പരിശുദ്ധ പറയുന്നു, കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്നത് പോലെ ഒരു വ്യതിയാനം നിന്റെ ജീവിതത്തിനകത്ത് വരാൻ സമയമായി. എന്തുകൊണ്ടായിരിക്കും കാലാവസ്ഥയ്ക്ക് വ്യതിയാനം എന്ന് പറയുന്നത്? നാം ചിന്തിക്കാത്ത സമയത്ത് ആമേ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത് പോലെ, ആര് ചിന്തിക്കാത്ത സമയത്ത്, നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിമറിയുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ടെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുമ്പോൾ അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിപ്പാൻ കഴിവുള്ള ദൈവപൈതൽ ഇന്ന് രാത്രി ശക്തിയോടെ സ്വീകരിച്ചോ, ശക്തിയോടെ സ്വീകരിച്ചോ, ശക്തിയോടെ സ്വീകരിച്ചോ. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. ഒരു അത്ഭുതകരമായ ദൈവകരം ഇന്ന് രാത്രികാലം ഇറങ്ങി വരികയാണ്. എവിടെയോ ക്ഷീണിച്ചു പോയത് ചിലതിന്, എവിടെയോ പടുത്തുപോയ ചിലതിന്, എവിടെയോ തളർന്നു പോയ ചിലതിന് ഒരു പിന്മഴ അയച്ച് ആമേൻ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി പരിശുദ്ധ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ആമേൻ. ഒരു സീസൺ കൊണ്ട് നിന്റെ ജീവിതത്തെ ദൈവം അവസാനിപ്പിക്കത്തില്ല. ഒരു സൂപ്പർ നാച്ചുറൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അഭിഷിക്തനെ വിശ്വസിച്ചോ, ഒരു സൂപ്പർ നാച്ചുറൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു അംബാസിഡർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കമാൻ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് വരെ നിന്നെ മാനിച്ചിട്ടില്ലാത്തടത്ത് കൊണ്ടു നിർത്തി മാനിക്കുന്ന ദൈവകരം നിനക്ക് വിദൂരമല്ലെന്ന്, ദൈവകരം നിനക്ക് വിദൂരമല്ലെന്ന് ആത്മാവിന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. ഈ ലൈവിലൂടെ എന്നെ കാണുന്ന ദൈവജനമേ, നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീരിന് മറുപടി വരാൻ പോവുകയാണ്. ഈ രാത്രി ഞാൻ പറയുമ്പോൾ ഒരു ജപ്തി നോട്ടീസ് കീറിക്കളയുന്നത് പോലെ ഒരു കടഭാരത്തിന്റെ ലിസ്റ്റിന് പരിശുദ്ധാത്മാവ് കീറിക്കളയുന്ന ഒരു കാഴ്ച ഈ രാത്രി ഞാൻ കാണുകയാണ്. ഈ രാത്രി ചില വിടുതലുകൾ നടക്കുകയാണ്, ദൈവപ്രവർത്തികൾ നടക്കുകയാണ്, രോഗബന്ധനങ്ങൾ അഴിയുകയാണ്. കിടക്കമേൽ കിടക്കുന്നതിനെ എഴുന്നേൽപ്പിച്ച് മുടന്തൻ തുള്ളിച്ചാടിയതുപോലെ, അത് ചിലർ കണ്ടത്ഭുതപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ ദൈവത്തിന്റെ അത്ഭുതം അവൻ ചിലർ കാണുന്ന നിലവാരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. Oh Jesus, Jesus, Jesus. Hallelujah. 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 Hallelujah.
Praise the Lord. Praise the Lord. Jesus. Hallelujah. 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 എവിടെയും പരാജയപ്പെട്ടവന്റെ ജീവിതത്തെ ചേഞ്ച് ആക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. പത്രോസ് ഒരു ഉപകരണം മാത്രമാണ്. മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം ആമേൻ മെറ്റീരിയൽസ് ബ്ലെസ്സിങ് ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിൽ വന്ന കൃപാവരമെന്ന് പറയാൻ അവിടെ ആരുമില്ല. ഞാനൊരു മെറ്റീരിയലാണ്. എൻ്റെ കൈവപ്പിനാലാണ് വന്നെങ്കിൽ ഞാൻ പറയാം, എൻ്റെ കൈവപ്പിനാൽ അജീഷിന്റെ മേൽ വെളിപ്പെട്ട ഒരു കൃപാവരം. മാളിക മുറിയിൽ മെറ്റീരിയൽസ് ഇല്ല, ആരെയും കാണാനില്ല, ഡയറക്റ്റ് ഒരു പകർച്ച. ചില മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനപ്പുറം ഒരാത്മമണ്ഡലം. അഭിഷേകത്തിനെ ഇന്ന് രാത്രി ഞാൻ മുദ്രയിടും ഒരു പദത്തിൽ. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. ഇവിടുത്തെ അച്ചാച്ചനോടാ പരിശുദ്ധാത്മാവ് വല്ലാണ്ട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനപ്പുറം എന്ന് പറഞ്ഞ പ്രവാചകന്മാരിൽ നിന്ന് ദൂത് കേട്ടു, അപ്പോസ്തലന്മാരെ ഒത്തിരി കണ്ടു. നിനക്ക് ആമേൻ ഈ നെയ്യാറ്റിൻകരയിൽ നിനക്കറിയാവുന്നുള്ള പ്രവാചകന്മാരെ സാബുപ്പാസും അറിയത്തില്ല, പലർക്കും അറിയത്തില്ല. അഭിഷിക്തന്മാരെ പലരും അറിയാം. പക്ഷെ മെറ്റീരിയൽ അല്ലാത്തൊരു വിടുതൽ നിന്റെ മേൽ ചലിക്കപ്പെടും. മനുഷ്യനെ വെച്ചുള്ള വിലപേശലല്ല, മനുഷ്യനെ വെച്ചുള്ള പ്രവചനമല്ല. നിന്റെ കിടക്കമേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ പ്രാർത്ഥന റൂമിൽ നീ മുട്ടുകുത്തിയാൽ അതിരാവിലെ ഈ മുട്ടിൽമേൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നിനക്കുമായിട്ട് ഒരു ബന്ധം, ഒരു കണക്ഷൻ നിനക്ക് വേണ്ടി തുറക്കും. ഒരു പുതിയ സീസൺ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് ഈ 2-ാം മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് എഴുതിയിടുക. ഇത് മാറാത്തൊരു ദൂതാണ്. നീ ക്രിസ്തുവിന് വേണ്ടി പായാൻ ദിവസങ്ങളായെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. എവിടെയോ മാറി നിന്നതുപോലെ, എവിടെയോ മതിയെന്ന് പറഞ്ഞ് മതിയാക്കിയതുപോലെ, നോ, പറ്റത്തില്ല ചായ, പറ്റത്തില്ല ചായ. പത്രോസ് എണീറ്റ് നിന്നപ്പോൾ ഇന്നലെ വരെ കുറ്റം പറഞ്ഞവനൊപ്പം എണീറ്റ് നിന്നതുപോലെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എണീറ്റാൽ ഒരു തലമുറ എണീക്കും. ഹല്ലേലൂയ. നീ എണീറ്റാൽ ഒരു തലമുറ എണീക്കും. അതിന് സാബുപ്പാസിന്റെ പള്ളിയിൽ വരണമെന്നോ അതിന് ഇന്നാരുടെ ചർച്ചയിൽ പോകണമെന്നൊന്നുമില്ല. മഹത്വം വെളിപ്പെട്ട നിങ്ങൾ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിക്കേ. അവിടെ എല്ലാം വെളിപ്പെട്ടത് ഹോളി സ്പിരിറ്റ് ആണ്. ആ പുറകിലിരിക്കുന്ന മോളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ജനിച്ച വീടല്ല ആധാരം, നിന്റെ ഇന്നത്തെ സാഹചര്യങ്ങളല്ല മക്കളെ. നിന്റെ കണ്ണുനീരുകൾ നിനക്കുള്ള ദൂതിന്റെ മറുപടിയാണ്. സ്വർഗം നിന്റെ മേൽ പ്രസാദിക്കും. നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. ദൈവം നിന്റെ ജീവിതത്തെ ചേഞ്ച് ആക്കും. നീ ഇന്ന് പാർക്കുന്ന വീടല്ല സത്യം, നിന്നിലൂടെ ഒരു സത്യം വെളിപ്പെട്ടു വരും. ആ സത്യം മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവാണ്. പൗലോസിന്റെ ഭാഷയിൽ അതൊരു മർമ്മമാണ്. ഹല്ലേലൂയ പറ. ഈ മീറ്റിംഗ് സാധാരണ മീറ്റിംഗ് അല്ല. ദൈവത്തിന് പദ്ധതിയില്ലാതെ ഒരിടവും വരത്തില്ല. 90 ദിവസം ഒരുത്തന്റെ വീട്ടിൽ പെട്ടകം വരുന്നപ്പോൾ അവന്റെ ചരിത്രം മാറിയെങ്കിൽ ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. പെട്ടകം പേടിച്ചു ഓബേദെദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് രാജാവ് മുങ്ങിക്കളഞ്ഞു. അവിടെ ദാവീദിലേക്ക് നമ്മൾ അടിച്ചു ഉയർത്തുകയാണ്. ഇവനെ പോലെ ഉടായിപ്പുകാരൻ ലോകത്താരുമില്ല. സാബു പാസ്റ്റർ പോലെ ഉടായിപ്പ്. സ്വയം കുറ്റം പറയണ ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവന്റെ പെട്ടകം കൊണ്ടുവെക്കേണ്ട സംഭവം എല്ലാം ഒരുക്കിയിട്ടാണ് ഇവൻ പെട്ടകം കൊണ്ടുവരുന്നത്. ഉസ കയറി പിടിച്ചു ചത്തു, സത്യമാണ്. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ കൊണ്ട് ഇതിനെ എവിടെ വെച്ചു? ഇവൻ കൊണ്ടുവരാത്തതിന്റെ അർത്ഥം എന്താ? കൊണ്ടുവന്ന എന്ത് ചെയ്യും? പേടിയുണ്ടല്ല, തട്ടിപ്പോവും. എങ്കിൽ ഇവ എന്ത് ചെയ്യണമായിരുന്നു? ഇവ എന്തുകൊണ്ട് ആ മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന വെച്ചേ? ചാവണമെങ്കിൽ അവിടെ എങ്ങ്, അല്ല തട്ടിപ്പോണെങ്കിൽ ഇവൻ ഉടായിപ്പ് പാസ്റ്ററാണ്. പക്ഷേ സംഭവം മാറി. അർക്കതോളം എൻ്റെ വീട്ടിലിരുന്നത് ശാപമല്ല. ഹല്ലേലൂയ. അർക്കതയുള്ളവന്റെ വീട്ടിൽ ഇരുന്ന ഇത് ശാപമല്ല. അർക്കതയുള്ളവന്റെ വീട്ടിൽ വന്നൊന്ന് കേറിയിട്ട് പോയാൽ മതി, ചരിത്രം മാറും. ശപിക്കപ്പെട്ട എൻ്റെ വീട്ടിൽ ഒരു അഭിഷേകത്തിന്റെ കാല് വെച്ചതാണ് ഇന്ന് എൻ്റെ അമ്മ നിത്യതയിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോഴും മക്കൾ ഇന്ന് യേശുവിന് വേണ്ടി ഹോരഹോരമായി പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ പറ. ഒരു അഭിഷേകത്തിന്റെ കാലൊന്ന് പതിച്ചിട്ട് പോയതാ. ആ മഹത്വം എൻ്റെ അമ്മയെ കയറി അങ്ങ് പിടിച്ചു. അമ്മയെ കയറി പിടിച്ച മഹത്വം അമ്മയെ വിട്ടിട്ട് പോയില്ല. അമ്മയിൽ ഇരുന്നും കൊണ്ട് 2 മക്കളെ കയറി അങ്ങ് പിടിച്ചു.
ഇന്ന് രാത്രി വിശ്വസിച്ചോ, ഇത് നിന്നിൽ അവസാനിക്കുന്ന സുവിശേഷമല്ല. ഇത് നിന്നിൽ അവസാനിക്കുന്ന സുവിശേഷമല്ല. ഇത് നിന്റെ തലമുറകൾ ചുമക്കും. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാണ്, ഇത് നിന്റെ തലമുറകൾ ചുമക്കും. നിന്റെ തലമുറകൾ യേശുവിന് വേണ്ടി ഓടും. നിന്റെ തലമുറകൾ സുവിശേഷവുമായിട്ട് രാജ്യങ്ങൾ ചവിട്ടും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവസഭ ഒരുമിച്ച് കരമടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 90 ദിവസം ഒരുത്തന്റെ വീട്ടിൽ ഇരുന്നപ്പോ അവന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ ഈ ഉടായിപ്പുകാരെ വീണ്ടും വന്ന് ഈ സാധനത്തിന് അടിച്ചുകൊണ്ടുപോയി. ഒരാമയും പറഞ്ഞില്ല, ഹല്ലേലൂയ പറഞ്ഞില്ല. അവിടെ പഠിച്ച ഒത്തിരി പഠിക്കാനുണ്ട്, പഠിക്കേണ്ട സമയമില്ല. ഇപ്പൊ പഠിപ്പീരാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച്, അല്ലേ? അതല്ലേ സത്യം. അവളെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കണ്ടതും ഇവൻ പരിവാരങ്ങളുമായിട്ട് വന്ന് ഇപ്പൊ ഇവന് മനസ്സിലായി ഈ സാധനം കൊല്ലുന്ന സാധനമല്ല. പലരും വിചാരിക്കുന്നത് ഈ സുവിശേഷം കേട്ട് സ്വീകരിച്ചു എന്നാൽ തട്ടിപ്പോവും, അത് പോവും, സർട്ടിഫിക്കറ്റ് പോവും, വീട് പോവും, കാറ് പോവും. മക്കളെ, ഇതൊന്നും സത്യമല്ല. അതൊക്കെ ഇവിടുത്തെ പലരും പറയുന്നതാണ്. യേശുവിനെ സ്വീകരിച്ചിറങ്ങിയ പള്ളിയിലെ സർട്ടിഫിക്കറ്റ്, അവൻ്റെ പിയറ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ നിന്ന് നടക്കരുത്, അത് മുടന്തന പോലെ ശാപമാണ്. സ്വത്രം പറ, ഹല്ലേലൂയ പറ. എൻ്റെ ഒന്ന് സ്തുതിക്കാതെ നമുക്കൊക്കെ പേടിയാണ്. നമ്മളെ പേടിപ്പിച്ച് പോവല്ലേ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഹോളി സ്പിരിറ്റ് നിനക്ക് മുമ്പായി പോകും. പരിശുദ്ധാത്മാവ് നിനക്ക് മുമ്പായി പോകും. നീ ദൈവത്തിന്റെ യഹോവയുടെ അഭിഷിക്തനാണോ? കോരേശിനോട് പറഞ്ഞ യെശയ്യാവ് 45 നിനക്കുള്ള ദൂത. ഹലോ, രാമൻ പറഞ്ഞില്ല. നീ ഒരു അഭിഷിക്തനാണോ? നീ ഒരു ദൈവവൈതലാണോ? നിനക്ക് പള്ളിയിലെ സർട്ടിഫിക്കറ്റും അല്ല, സാബു പാസ്റ്റർ പള്ളിയിലെ സർട്ടിഫിക്കറ്റും അല്ല. നീ പെന്തക്കോസിലെ സർട്ടിഫിക്കറ്റ്, നീ CSIയിലെ സർട്ടിഫിക്കറ്റ്, നീ കത്തോലിക്കയിലെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അതിനകത്ത് കിടക്കാനുള്ള വ്യക്തിയല്ല. നിനക്ക് മുമ്പായി ഹോരേശിനോട് പറയും, നിനക്ക് മുമ്പായി ചെല്ലും, നിനക്ക് മുമ്പായി ചെല്ലും. താമരവാതിലുകളൊക്കെ താനേ തുറക്കും. ദുർഘടകങ്ങളൊക്കെ നിന്റെ മുമ്പിൽ സമഭൂമിയാകും. നിനക്ക് മുമ്പിൽ പോകുന്നത് സാബു പാസ്റ്റർ അല്ല, ഈ പള്ളിയിലെ ഹോളി സ്പിരിറ്റ് പോകും. കരമുണ്ടെങ്കിൽ അടിച്ച് കർത്താവിനൊന്ന് മകത്തുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്തട്ടെ, സമയം നിർത്ത. ഹല്ലേലൂയ. സമയം എത്രേ? 8:55. ഇനി 2.5 മണിക്കൂറുണ്ട്. കരം ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. വേഗത്തോടെ കേട്ടോ, ഭാരപ്പെടണ്ട. അപ്പോൾ ആ ഭാഗം വിടട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ചേഞ്ച് ആക്കുന്നത്. നമ്മൾ ദൈവത്തെ അഭിമുഖമായി കണ്ട പഴയ നിയമത്തിലെ ഒത്തിരി ഭക്തന്മാരുണ്ട്. അവരെല്ലാം കാണുന്നത് ദൈവ സാന്നിധ്യത്തെയാണ്. ദൈവത്തെ കണ്ടു, ദൈവ സാന്നിധ്യമാണ്. ഇവൾ കേട്ടു എന്നാണ് പറയുന്നത്. ഇവൾ കേട്ടു. എന്ത് കേട്ടു? അവൾ യേശു കർത്താവിനെ കുറിച്ചു കേട്ടു. കേട്ടവൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തിലേക്ക് കയറിയത്. സാരമില്ല, ഇവിടെ ആളെണ്ണം കുറവാണ്, സാരമില്ല. കേട്ടവരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വരും. രാമൻ പറ. അതിനൊക്കെ നല്ല ആമയും പറയണം. ഞാൻ ഇന്ന് ദൈവസഭയെ പറഞ്ഞതുപോലെ ബൈബിൾ മൊത്തം നിങ്ങൾ പഠിക്കണം, ഉറ്റകാര്യം അറിയാൻ വേണ്ടി. സാത്താൻ ഒരിടത്തും ആമയും പറഞ്ഞിട്ടില്ല. സാത്താൻ ഒരിടത്തും ആമേ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് വായിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. എല്ലായിടും ആമയും പറഞ്ഞിട്ടുള്ള നമ്മുടെ കർത്താവാണ്. അവൻ എവിടെയെങ്കിലും ആമയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഉറപ്പിച്ചിടുകയാണ്. പിന്നെ കോട്ടൂര് കുറ്റിയടിച്ചാലും ഇത് ഇളവത്തില്ല. ഇത് മണ്ണാർക്കാട് എത്ര കൊടുത്താലും ഇത് ചലിക്കത്തില്ല. തമ്പുരാമയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആമയാണ്. ആ കുറ്റി ഉലകത്തിൽ ഒരുത്തൻ ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു പ്രധാനപ്പെട്ട കാര്യം പറയുന്നിടത്തെല്ലാം പറയാം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറ. ആമേൻ. അതുകൊണ്ട് ആമേൻ പറയുന്നത് കൊണ്ട് ദൈവമക്കൾ വിഷമിക്കരുത്. ഞാനിന്ന് രാവിലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഇവിടെ കിടന്ന് തട്ടിമുട്ടി സഭ നടത്തി കൊണ്ടുപോകാൻ പെടുന്ന പാട്. ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് അവിടുത്തെ ഒരു സഭ കാണാൻ ആഗ്രഹിച്ചു. ചാണ്ടി പാസ്റ്റർ ചർച്ച്, ഡൽഹിയിലെ ഏറ്റവും വലിയ ചർച്ച. അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? ഡൽഹിയിലെ ഏറ്റവും വലിയ ചർച്ച. അതിനപ്പുറം ഒരു ചർച്ചയില്ല. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചിൻ്റെ അത്ര അല്ലേ അലീഷേ, അല്ലേ, അരിഷ്ടിച്ച് അത്രയും വലിപ്പേ വരത്തുള്ളൂ. അത്രയുള്ളൊരു ഹോള്, ഒരു 3ാമത്തെ നിലയിലുള്ള ഒരു ഹോള്. അത് എടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു 25 ലക്ഷം രൂപ ആ സഭയിൽ അവർ മുടക്കിയിട്ടുണ്ട്. തറയിൽ മാത്രം 3 കോട്ടിങ്ങാണ്. ശബ്ദ റൂഫ് അവർ 2 സഭ പൊളിഞ്ഞു പോയത് കൊണ്ട് അത്രയും സൗണ്ട് വെളിയിൽ പോവാതെ റൂഫ് ചെയ്തിരിക്കുകയാണ്. ചുവര്, സീലിങ്, തറ 3 കോട്ടിങ്ങാണ്. പിന്നെ സിസ്റ്റമൊക്കെ ഭയങ്കര സിസ്റ്റമാണ്. നമ്മുടെ ചർച്ചിൻ്റെ അത്രയും ഉണ്ടെന്ന് വെച്ചോ, എങ്കിലും സിസ്റ്റം എല്ലാം ഭയങ്കര ഹെവി സിസ്റ്റമാണ്. ഒരു 10-25 ലക്ഷം രൂപ അതിന് മുടക്കിയിട്ടുണ്ട്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് അതല്ല. ഒരു സഭാ ആരാധനയ്ക്ക് ഒരു സൺഡേ വാടക 1,10,000 രൂപ. നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ ആ പള്ളിയിൽ ആരും വരത്തില്ല, കാരണം പൈസ ചോദിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഒരു മാസം 4.5 ലക്ഷം രൂപ. ഒരാമയും പറ.
ആ ഡൽഹിയിലേക്ക് അടിയതങ്ങ് പോട്ട്, നെയ്യാറ്റിൻകരയില്ല സാരയില്ല. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഒരു മാസത്തേക്ക് 4.5 ലക്ഷം രൂപ കൊടുത്ത് അവിടെ ഒരു ഹോൾ എടുത്ത് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നമ്മൾ കണ്ടതിന് ഇത്രയും മഹത്വം അവർ കണ്ടിരിക്കുന്നു. സ്തോത്രം പറ. ഞങ്ങളുടെ ആവശ്യത്തിന് ഇതെങ്ങനെ നടക്കും? എല്ലാ സൺഡേയും 15 മിനിറ്റ് ദൈവനാമത്തിന് കൊടുക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കും. സ്തോത്രം പറഞ്ഞില്ല, അതിനും ആമയും പറയണം. പേടിയാ ഇനി ഇയാൾ അടുത്ത ആഴ്ച ഇനി ഇവിടുത്തെ പാസ്റ്റർമാരൊക്കെ പറയാൻ പേടിയാ. വിശ്വാസിയുടെ മുഖവും ആ കണ്ണിൻ്റെ പോക്കും ഒക്കെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ പേടിയാ. പക്ഷെ അദ്ദേഹം പറയുന്ന എല്ലാ സൺഡേയും ഞാൻ 15-20 മിനിറ്റ് ദൈവനാമത്തിന് കൊടുക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കും. ചിലർ കണ്ണുമിഴിക്കും, ചിലർ തിരിഞ്ഞിരിക്കും, ചിലർ അവരെ ആരെയും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കേൾക്കുന്ന ചിലതുണ്ട്. എന്നിട്ട് കാറിൽ കയറ്റി ഞാനും അവനും കുറേ സ്ഥലത്ത് പോയി. ഇത് ഞങ്ങളുടെ ബിലിവേഴ്സിൻ്റെ വീടാ, 90 കോടി. ഇത് ഞങ്ങളുടെ ബിലിവേഴ്സിൻ്റെതാണ്, ഇത്ര കോടി, 60 കോടി. അതിൽ കുറഞ്ഞാണെങ്കിലും കേട്ടാ, 60 കോടിക്ക് കുറഞ്ഞൊന്നുമില്ല. രാമേ നിങ്ങൾ ആരും അല്ലേ ചുമ്മാണ്ട് പറ, കയറി വരട്ടെ. നീ ചുമ്മാണ്ട് നീ വീട്ടിൽ ഇരുന്ന് ആമേ കർത്താവേ കൊടുക്കാൻ ഇന്നെൻ്റെ കരുത്തില്ല, സത്യമാണ്. പക്ഷെ കൊടുക്കാൻ ഇഷ്ടമുണ്ട്, കൊടുക്കുന്നത് സത്യമാണ്. ബൈബിൾ വന്ന് കൊടുപ്പീൻ. എന്നാൽ നീ ചുമ്മാ വീട്ടിൽ നിന്ന് സ്തോത്രം ചെയ്യുമ്പോൾ പട്ടുപോയ പേരേരെ മൂട്ടിൽ നിന്ന് കിളിർപ്പ് വരും. മണ്ടരി പിടിച്ച തെങ്ങ് താനേ കായ്ക്കും. നീ അതിൻ്റെ ചുറ്റും നടന്ന് അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണുമ്പിള്ളയെ ശാസിച്ചുകൊണ്ട് ബ്രാവിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് തീനെ എന്ന് രാവിലെ എണീറ്റ് ഇവിടെ ആരെങ്കിലും പൈസ ഇട്ടിട്ടുണ്ടോ, 10 രൂപയുണ്ടോ, 1 രൂപയുണ്ടോ, ഇത് തിണ്ടേണ്ട കാര്യവും. ആരെന്തിട്ടാലും സാരമില്ല. നിന്നെ തകർക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. നിന്നെ നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. സ്തോത്രം പറ, ഹല്ലേലൂയ പറ. അപ്പോൾ അവൾ കേട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നെങ്കിൽ അവളുടെ 12 വർഷത്തെ ശാപം പൊട്ടിമാറി. സ്തോത്രം പറ. ഏത് ബൈബിൾ പല വ്യക്തികൾ എടുക്കുമ്പോഴും നമുക്ക് 2 ചരിത്രം കാണാൻ പറ്റും. പത്രോസിന്റെ ജീവിതം ശപിക്കപ്പെട്ട ജീവിതമായിരുന്നു. അവനോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ അനുഭവിച്ച മാനസിക വേദന, അരുമനാഥനെ തള്ളിപ്പറഞ്ഞു പോയ ആ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ പത്രോസിന്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷേ ഒരു നടുമുറ്റം അവനെ തോൽപ്പിച്ചെങ്കിൽ അടുത്തൊരു നടുമുറ്റം സ്വർഗം അവന് വേണ്ടി ഒരുക്കി. തോൽവിയിൽ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലെ, നീ തകർന്നു പോവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ നമ്മളെ ഭൂമി കൊടുത്ത് വാങ്ങിച്ചതല്ല, ചോര കൊടുത്ത് വീണ്ടെടുത്തതാണ്. സ്തോത്രം പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. വീണുപോയവനെ, തോറ്റുപോയവനെ, പരാജയപ്പെട്ടു പോയവനെ, എൻ്റെ ഭാഷയെ പറഞ്ഞ വെള്ളമടിച്ചവനെ, പിന്മാറിപ്പോയവനെ, നമ്മൾ പറയുന്നത് അടുത്ത പാണ്ഡ്യ റോയ് പറഞ്ഞത് നിനക്ക് കളിക്കവൾ എന്നൊരു ലോറി തിരിച്ചിട്ടുണ്ട്, KL-21 എന്ന് പറഞ്ഞ് അത് നിനക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ TN-21 എന്ന് പറഞ്ഞത് നിനക്ക് അല്ല. അത് ഇവിടുത്തെ വിവരമില്ലാത്ത പാസ്റ്റർമാർ പറയുന്നതാണ്. നിന്നെ അത്ഭുതകരമായി സ്വർഗം കരുതും. സാത്താൻ ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്കൊരു കുറവുണ്ടോ, നിനക്കൊരു ബലഹീനത ഉണ്ടോ, ഒന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാൻ റെഡിയായാൽ വീണ്ടും ആ പഴയ മഹത്വത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ടുവരും. എനിക്കറിയത്തില്ല രാത്രി പരിശുദ്ധാത്മാവ് എന്ത് പറയിക്കുന്നെന്ന്. തീർന്നു, പരാജയപ്പെട്ടു, ശുശ്രൂഷ പോയി, എനിക്കിനി കഴിയത്തില്ല, ഞാനിനി എങ്ങനെ നിൽക്കും? നോ, അത് പറഞ്ഞത് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമാണ്. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും സത്യമല്ല. സത്യം പരിശുദ്ധാത്മാവാണ്. സത്യം പരിശുദ്ധാത്മാവാണ്. തോറ്റുപോയ ഒരുത്തനെ എഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. തോറ്റുപോയവൻ, ഒറ്റപ്പെട്ടവൻ, അല്ലെങ്കിൽ ആ വാക്യം അവിടെ പറയണ്ട. 14 വാക്യത്തിൽ 11 പേരോട് കൂടെ, അർത്ഥം ഒരു യൂണിറ്റി വെളിപ്പെട്ടു, ഒരൈക്യത വെളിപ്പെട്ടു. ചിലത് നിന്നിൽ വെളിപ്പെട്ടാൽ ഒരു യൂണിറ്റി വെളിപ്പെടാനിടയായി തീരും. നിന്നിൽ വെളിപ്പെടേണ്ടതുപോലെ മഹത്വം വെളിപ്പെട്ടാൽ ചിലത് നിന്റെ അടുക്കലേക്ക് അടുത്ത് വരുവാനിടയായി തീരും. ഹല്ലേലൂയ. പത്രോസ് എണീറ്റ് പ്രസംഗിച്ചു. ഈ പത്രോസിലൂടെയാണ് അടുത്തൊരുത്തിന്റെ ശാപം പൊട്ടുന്നത്. പത്രോസിന്റെ ശാപം പൊട്ടിച്ചത് ആരാണോ അതേ ആള് അവിടെ വെളിപ്പെട്ടു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ അപ്പോസ്തലന്മാരുടെ നേരെ കൈനീട്ടിയവരോട് പത്രോസ് പറയുന്നുണ്ട്, പൊന്നും വെള്ളിയൊന്നും ഞങ്ങൾക്കില്ല. അല്ലേ? അവിടെ ഒരു വ്യക്തിപരമായി വെള്ളിയും പൊന്നും ഞങ്ങൾക്കൊരുന്നുണ്ട്, ഞങ്ങൾക്കുള്ളത് അത് പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധാത്മാവ്. യേശു എന്ന് പറയുമ്പം ഹോളി സ്പിരിറ്റാണ്.
അതിനെ അളത്തു തൂങ്ങി നമ്മൾ തൃത്വത്തെ മൂന്നായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് പിതാ, പുത്ര, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നിനെ ഒന്നാക്കിക്കൊണ്ട് നടക്കുന്നതായിരിക്കും നല്ലത്. യഹോവ നാമക്കാരൻ വലിച്ചീറി അങ്ങനെ കൊണ്ടുപോയി, യേശു നാമക്കാരൻ കീറി അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഒന്നും കീറാതെ ഇതിനെ മൂന്നിനെ ഒരുമിച്ച് കൊണ്ടുപോ. തൃത്വം മൂന്നും നിന്റെ ഒപ്പം ചലിക്കും. തൃത്വം മൂന്നും നിന്റെ ഒപ്പം ചലിക്കും. ഒരാമയും പറ. എനിക്കുള്ളത് നിനക്ക് തരാം. റെഡിയാണോ? റെഡിയാണോ മക്കളെ? നിനക്കുള്ളതിനെ കൈമാറാൻ ഉത്തമം ബോധ്യം ഉണ്ടാവണം. എനിക്കൊന്നുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ചിൽ എവിടുന്ന ഒരു വ്യക്തി വന്നേ? കോട്ടയാർ അല്ലേ? കോതയാറിൽ നിന്ന് നെയ്യാറ്റിൻകര. ഞാൻ വിശ്വസിക്കുന്നു കൈമാറാൻ ചിലത് നമ്മുടെ കയ്യിലുണ്ട്. കോതയാറ് നിന്ന് ഇങ്ങനെ വരണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊന്നും വേറെ ചർച്ചകളില്ലാത്തതുണ്ടല്ലോ. വമ്പന്മാരുടെ ചർച്ച ഉണ്ട്. സ്വർഗത്തിന് വമ്പന്മാരുടെ ചർച്ച അല്ല നോട്ടം. സാധാരണക്കാരനായ നിന്റെ കയ്യിലേൽപ്പിച്ചത് മനസ്സറിഞ്ഞെന്ന് കൈമാറാമോ? ഞങ്ങൾക്കുള്ളത് നിനക്കേരാം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുണ്ട്. പ്രാപിക്കുന്ന നിന്നോടാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നേ. പ്രാപിക്കുന്ന നീ മനസ്സറിഞ്ഞ് കൈമാറാൻ റെഡിയാവണം. കേട്ടോലോക്ഷി, പ്രാപിക്കുന്ന നീ മനസ്സറിഞ്ഞ് വിശ്വാസം ചലിച്ചാൽ വിശ്വാസത്തിനൊപ്പം പരിശുദ്ധാത്മാവ് ചലിക്കും. അതിനകത്ത് ഒരു ഡിമാൻഡും ഇല്ല. ആ പുറകിരിക്കുന്ന മോള് നിന്നെ ടാർജറ്റ് ഇട്ട് ചുമ്മാ ഒരു ഉദാഹരണം പറയും. കർത്താവുമായിട്ട് എത്ര പഴക്കമുണ്ട്, എത്ര ബന്ധമുണ്ട്? ഞാനിങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളാ. വലിയ ബന്ധമുണ്ടോ? ഇല്ല, വലിയ ബന്ധമില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വലിയ ബന്ധമില്ല. നീ വിചാരിച്ചാൽ മുടന്തൻ സൗഖ്യമാവും. നീ വിചാരിച്ചാൽ രോഗി സൗഖ്യമാവും. നീ വിചാരിച്ചാൽ നിസ്സാരമായ ഒരു ആത്മഹത്യയൊക്കെ നിനക്ക് സൂപ്പറായിട്ട് മാറ്റാൻ പറ്റും. നിന്നിൽ മഹത്വം ചലിക്കും. നിന്നിൽ പരിശുദ്ധാത്മാവ് ചലിക്കും. തനിക്ക് ലഭിച്ചത് മനസ്സ് തുറന്ന് കൈമാറാൻ അവനങ്ങ് ആഗ്രഹിച്ചു. തനിക്ക് ലഭിച്ചതിനെ മനസ്സ് തുറന്ന് കൈമാറി. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത്. രാമൻ പറ. എത്ര എണ്ണത്തിന് മാനസാന്തരപ്പെടുത്തായിരുന്നടാ? എത്ര പേരെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കാമായിരുന്നു? മകളെയല്ലേ? നിനക്കുണ്ടോ? ഉണ്ട്. കൊടുക്കാമോ? ദൈവം കൊതിക്കുക. ഈ തലമുറയിൽ നിനക്ക് അസൂയയില്ലാതെ തന്ന കർത്താവ് ചോദിക്കുക, അസൂയയില്ലാതൊന്ന് കൊടുക്കാമോ? ഒത്തിരി രോഗികൾ, ഒത്തിരി തകർന്നവർ, ഒത്തിരി തകർന്നുടഞ്ഞവർ, ഒത്തിരി ഉടയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. നിനക്ക് ലഭിച്ചതിനെ ഒന്ന് കൊടുക്കാമോ? അത്ഭുതങ്ങളെ കാണാൻ പറ്റും. അത്ഭുതങ്ങളെ കാണാൻ പറ്റും. പത്രോസിന് ലഭിച്ചതിൽ ബോധ്യമുണ്ടായിരുന്നു. പത്രോസിനെ ലഭിച്ചതിൽ ബോധ്യമുണ്ടായിരുന്നു. ആ ലഭിച്ച ബോധ്യത്തിൽ വർഷങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ട ഒരുവനോട് പറയുന്നു, എനിക്കുള്ളതിനെ ഞാൻ തരാം. കാരണം ആ 2-ാം അധ്യായം പറഞ്ഞു, അവരുടെ മേൽ പതിഞ്ഞു. അവരുടെ മേൽ തൊട്ടിട്ട് പോയി എന്നല്ല. ആരണ്ട നുള്ളിയപ്പം പോണ സാധനമല്ല. ഇപ്പം ഞാൻ ഇതൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലൈവുമാണ്, കൊല്ലും. ആരോ കുഞ്ഞനം കാണിച്ചപ്പോൾ ഇറങ്ങിപ്പോയ. ഹലോ, എടാ, നിന്റെ ഭാര്യയെ കളഞ്ഞിട്ട് പോവാം, ഭർത്താവ് കളഞ്ഞിട്ട് പോവാം, ഇത് പോകത്തില്ല. അവരുടെ മേൽ പതിഞ്ഞു. എല്ലാവരുടെ മേൽ എല്ലാം കൂടി പതിഞ്ഞെന്നല്ല, അവരിൽ ഓരോരുത്തൻ്റെ മേൽ. രാമൻ പറ. എനിക്കും അജീഷിനും ശാലുവിനും ഒരുമിച്ച് പതിഞ്ഞെങ്കിൽ ശാലു പോകുമ്പോൾ ഈ സാധനം പോകും, അല്ലെങ്കിൽ അജീഷ് പോകുമ്പോൾ ഈ സാധനം പോകും, ഇല്ലെങ്കിൽ സാവ് പോകുമ്പോൾ പിന്നെ ഈ പിള്ളേർ കിടന്ന് കറങ്ങും വാങ്ങിക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാവരുടെയും മേൽ, എല്ലാവർക്കും കൂടി പതിഞ്ഞെന്നല്ല, അവരിൽ, ആ വാക്യത്തിനൊരാമയം പറ, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അവർ അതിൽ നിറഞ്ഞു. ഒന്ന് പറ, പതിഞ്ഞു. പതിഞ്ഞവർ അതിൽ നിറഞ്ഞു.
നിറഞ്ഞവന് ബോധ്യം ഉണ്ടായിരുന്നു, എൻ്റെ മേൽ വന്നത് നിന്റെ മേൽ വന്നാൽ നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. അവിടെയാണ് മിറക്കിൾ സംഭവിക്കുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി സംഭവിക്കുന്നത്. തകർക്കപ്പെട്ടവന്റെ വില അറിയത്തുള്ളൂ. തകർക്കപ്പെട്ടവരുടെ മേൽ മഹത്വത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ തകർക്കപ്പെട്ടവനെ കാണുമ്പോൾ അവന്റെ മേലിരിക്കുന്ന മഹത്വത്തിന്റെ സാന്നിധ്യം വർക്കാവും. കാരണം യേശുവിന്റെ അതേ ആത്മാവാണ് നിന്നിൽ ചലിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് വിടിവിക്കപ്പെട്ടവൻ അടുത്തൊരു ശപിക്കപ്പെട്ടവനെ കണ്ടപ്പോൾ, ഒരു തകർക്കപ്പെട്ടവനെ കണ്ടപ്പോൾ ഉള്ളിലൊരാഗ്രഹം, എഴുന്നേൽപ്പിക്കണം. അവിടെ അത് വ്യക്തമായി എഴുതി വെച്ചു. കരം പിടിച്ച് എഴുന്നേറ്റവൻ തുള്ളി, എഴുന്നേറ്റവൻ ചാടി. നിങ്ങൾ നോക്കിക്കേ, ഇവൻ ഇന്നേ വരെ ആലയത്തിനകത്ത് കയറിയിട്ടില്ല. ആലയത്തിനകത്ത് കയറാത്തവനെ ആലയത്തിന്റെ പുറത്തിട്ട് തന്നെ അത്ഭുതം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആലയത്തിനകത്തിരിക്കുന്ന നിങ്ങളോ? ആമേൻ പറ. ആലയത്തിന്റെ അകത്ത് കയറാത്തവനെ ആലയത്തിനകത്ത് കൊണ്ടുവന്നിട്ടല്ല സൗഖ്യമാക്കിയത്, ആലയത്തിന്റെ പുറത്തിട്ട് സൗഖ്യമാക്കി. ആലയത്തിന്റെ പുറത്ത് വെച്ച് മഹത്വം വെളിപ്പെട്ടപ്പോൾ വെളിപ്പെട്ട മഹത്വം അകത്ത് കയറ്റുന്നതാകിയാൽ അവൻ ഓടി ആലയത്തിനകത്ത് കയറി. ഇന്ന് രാത്രി ഒരു പ്രവചനാത്മാവിൽ ഒരു ദൂത് പറയാം. ദേശങ്ങളിൽ നടത്തുന്ന ഈ സുവിശേഷ യോഗങ്ങൾ, ദേശങ്ങൾ വഴിമധ്യത്തിൽ നടത്തുന്ന മുറ്റത്ത് കൺവെൻഷനുകളിലൂടെ അനവധി പേർ വിടിവിക്കപ്പെട്ട് ദേശങ്ങളിലെ ആത്മീക കൂട്ടായ്മകളിലേക്ക് ഓടിക്കയറുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് ആത്മാവ് ദൂത് പറഞ്ഞിൽ ഇന്ന് രാത്രികാലം ആമേൻ പറഞ്ഞ് കരമടിച്ച് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ നടത്തിയിട്ട് നാം ഇത് വാരിക്കെട്ടി പോകും. നമ്മൾ കാണത്തില്ല, കാണണ്ട. കാണേണ്ടവൻ അവനെ കണ്ടോളോ, വിളിച്ചു കയറ്റേണ്ടവൻ അവനെ വിളിച്ചു കയറ്റിക്കോളോ, പരിപാലിക്കേണ്ടവൻ അവനെ പരിപാലിച്ചുകൊള്ളോ. മുടന്തനായിരുന്നവൻ, തകർക്കപ്പെട്ടിരുന്നവൻ, പരാശ്രയത്തിൽ ജീവിച്ചവൻ, അവൻ അങ്ങനെ ജീവിച്ചത് കണ്ടവർ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആരുടെയും സഹായമില്ലാതെ അവൻ ഓടുന്നു, ചാടുന്നു, തുള്ളുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു ആമേൻ പറ, ഒരു ഹല്ലേലൂയ പറ. ഞാൻ തരട്ടെ, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. സമയശ്രേരി രാത്രി നീ വിശ്വസിച്ചോ? നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണകരമായൊരു ദൈവമഹത്വം ശുശ്രൂഷ മേഖലയിൽ ഈ വർഷത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യും. പരിശുദ്ധാത്മാവ് ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രസംഗിക്കുന്ന മുറ്റത്ത് കൺവെൻഷനുകളല്ല, അതിനപ്പുറം സുവിശേഷം എന്നൊരു മഹത്വം നിന്നിലൂടെ നിന്റെ പട്ടണത്തിന്റെ നടുവിലും നീ ആയിരിക്കുന്ന ദേശത്തിന്റെ നടുവിലും ശക്തിയോടെ വെളിപ്പെടുന്ന നിലവാരത്തിൽ എനിക്കുള്ളത് നിനക്ക് തരാമെന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ചില കരങ്ങൾ കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ ചിലത് നിന്നിലൂടെ ദൈവസഭയ്ക്കകത്തേക്ക് കയറി വരുന്നൊരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കും. നിന്നയോളം വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നീ മുഖാന്തരം, നിന്റെ ഭവനം മുഖാന്തരം, നീ ആയിരിക്കുന്ന ദേശത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ മറ്റൊരു ദൂത് പറയുന്നു. നീ ദിനങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ഒരേ ഒരു വിഷയം, അത് നിന്നെ ചില സമയങ്ങളിൽ മാനസികമായി മനം കലക്കുന്ന ഒരു വിഷയം. ആ വിഷയത്തിന്റെ നടുവിൽ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിന്റെ അകത്ത് ഒരു ദൈവിക വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവസഭ ഒരുമിച്ച് കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഈ രാത്രി ചിലതിനെ ദൈവം സൗഖ്യമാക്കുന്ന രാത്രിയാണ്, ചിലതിന് ദൈവം വിടിവിക്കുന്ന രാത്രിയാണ്, ചിലതിന് ദൈവം പുതിയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയാണ്, ചിലതിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒരാൾ പോലും യേശുവിനെ സ്വീകരിക്കാതുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ സ്വീകരിക്കണം. റോമാലേഖനം 8-ാമധ്യായം അതിന്റെ 9-ാം വാക്യം, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, അവനില്ലാത്തവനായി പോകരുത്. ഈ കേട്ടതൊന്നും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. ജീവിതം ചേഞ്ച് ആക്കുന്നത്, സാഹചര്യങ്ങളെ മാറ്റുന്നത്, പരാജയങ്ങളെ ജയമാക്കി തീർക്കുന്നത് മനുഷ്യരല്ല, പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ടിറങ്ങി പോകുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തെയും കൊണ്ടല്ലാതെ ഈ ഗ്രൗണ്ട് വിട്ടിറങ്ങി പോകരുത്.
അതുരമനഘടകസി അന്തൽ പ്രൗഢമനഘടകസി. ഒരു നിമിഷം എല്ലാവരും കർത്താവിന്റെ സെല്ലിൽ നിന്ന് എണീറ്റാണ്ട് നമ്മൾ ഒരുമിച്ച് ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ അധരങ്ങളും ചില മിനിറ്റുകളിൽ നിന്ന് തുറക്കട്ടെ. ആത്മാർത്ഥമായി ഈ നിമിഷം വരെ നമ്മെ കേൾപ്പിച്ച ദൈവശബ്ദങ്ങൾക്കായി ഒന്ന് സ്തോത്രം ചെയ്യാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക്. ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നെയ്യാറ്റിങ്കര പട്ടണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ബ്ലാങ്കാമൂർ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. വെറുതെയല്ല പ്രിയപ്പെട്ടവരെ നമ്മെ ദൈവം കൊണ്ടുവന്നത്. ഇന്ന് രാത്രികാലം ഈ ഗ്രൗണ്ടിൽ ഇരുത്തി ചില ഭോജനങ്ങൾ നമുക്ക് തന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന തന്നത് മുഴുവനും നമുക്കാണ്. ആമേ, വിശിഷ്ടമായ ഒരു ഭോജനം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നെങ്കിൽ നമുക്ക് കൈമാറാൻ, ഈ ദേശത്തിന് വേണ്ടി കൈമാറാൻ വിശിഷ്ടമായ ഒരു ഭോജനം നിങ്ങളുടെ ഉള്ളിനകത്തുണ്ട്. പത്രോസിന്റെ ഉള്ളിൽ ആമേൻ ആമേൻ 2-ാം അധ്യായത്തിൽ പ്രാപിച്ചെഴുന്നേറ്റവർ 3-ാം അധ്യായത്തിൽ ഒരുത്തന് കൈമാറുന്ന നിലവാരത്തിൽ അവന്റെ ഉള്ളിൽ ചില വിശേഷ ഭോജനങ്ങൾ നൽകിയതുപോലെ ആമേൻ ചിലരുടെ തകർച്ചയോ ചിലരുടെ പരാജയങ്ങളെ ജയമാക്കുന്ന വിശേഷമായ ഭോജനം കൈമാറാ നിന്റെ ഉള്ളിനകത്തുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവദാസനായ എന്റെ അകത്ത് ബോധ്യം തരുമ്പോൾ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറ, ഈ ദേശത്തിലെ ശാപം മാറട്ടെ, ഈ ദേശത്തിലെ പട്ടണത്തിലെ ശാപം മാറട്ടെ, ഈ ദേശത്തിലെ പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ഇരുൾ മൂടിയ ദേശത്തിന്റെ മേൽ അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. പാരമ്പര്യം കൊണ്ട് കെട്ടി, പാരമ്പര്യം കൊണ്ട് ഒതുക്കി, പാരമ്പര്യം കൊണ്ട് ജനിക്കി വെച്ചിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ പാരമ്പര്യത്തിന്റെ ശക്തികൾ തകരട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ പട്ടണത്തിന്റെ മേൽ വെളിപ്പെട്ട ഈ പട്ടണത്തിൽ നിന്ന് അനവധി പേർ യേശു കർത്താവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുന്ന നിലവാരത്തിൽ പട്ടണത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, പട്ടണത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കപ്പെടേണ്ടതിന് ഒരുമിച്ച് ദൈവജന ശക്തിയോടെ അല്പനിമിഷങ്ങൾ കരമടിച്ച്, അല്പനിമിഷങ്ങൾ കൂടെ കരമടിച്ച് ആത്മാവിൽ കർത്താവിനെ മഹത്വത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറക്കിടമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറക്കിടമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആഹാബ് പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുന്ന പോലുള്ള പട്ടണങ്ങളെ സാധാരണകരമായ വീര്യപ്രവൃത്തികൾ സംഭവിച്ചതുപോലെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ഈ നാളുകളിൽ സഭയെ ഉറപ്പിച്ചതുപോലെ ഈ നാളുകൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സഭയെ ഉറപ്പിക്കുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവിനിലൂടെ ചലിക്കപ്പെടാൻ ദൈവാത്മാവിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രികാലം ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്.
പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകേണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്മേൽ ഇറക്കണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്മേൽ ഇറക്കണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്മേൽ ഇറക്കണമേ നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ നദിയായി ഒഴുകണമേ നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ നദിയായി ഒഴുകണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ ചിലതിനെ ജീവിപ്പിക്കുന്ന ചിലതിനെ ഭാഗമാക്കുന്ന തീ അതവരുടെ മേൽ പതിഞ്ഞു 120 പേരുടെ മേൽ പതിഞ്ഞു പതിഞ്ഞവർ ചരിത്രമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ആ തീ പതിയുന്നവർ ചരിത്രങ്ങളായി നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ നീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി
പതിയണമേ രോഗം മാറ്റുന്ന അഭിഷേകം, കൊടുങ്കാറ്റായി പാപത്തെ മാറ്റുന്ന അഭിഷേകം ഇത് രാത്രി ചലിക്കുന്നു. അഭിഷേകം ചലിക്കുന്നതാണ്, അത് ചലിപ്പിക്കുന്നതാണ്, അത് പുനർജീവിപ്പിക്കുന്നതാണ്. ഇന്ന് രാത്രി അത് ചിതറിപ്പോയതിനെ കൂട്ടിച്ചേർക്കുന്നതാണെങ്കിൽ ഈ ദേശത്തിനകത്ത് ചിതറിപ്പോയതിന് ആത്മാവ് ഇന്ന് രാത്രി ചേർക്കുന്നു. പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നന്മനദിയായി ഒഴുകണമേ അഭിഷേകത്തിന് അഗ്നി ഇന്ന് രാത്രി പകരം പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നന്മനദിയായി ഒഴുകണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ. ശക്തിയോടെ കരങ്ങളടിച്ച ആ ദൈവമഹത്വത്തെ ഒന്ന് രാത്രി സ്വീകരിച്ച്, ആ ദൈവ സാന്നിധ്യം ശക്തിയോടെ സ്വീകരിച്ച്, ആ സാന്നിധ്യം എന്റെ മേൽ കത്തി തുടങ്ങട്ടെ. ദൈവത്തിന് ഭക്തർ വിളിച്ചു പറഞ്ഞതുപോലെ ആ മഹത്വം എന്നിൽ വെളിപ്പെട്ട ഇന്നലെ വരെ നടക്കാത്തത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ചോദിച്ച ചില ചോദ്യത്തിന്റെ മറുപടികൾ ഇന്ന് രാത്രി ചിലരുടെ മേൽ അത് സംഭവിക്കുക, അത് വെളിപ്പെട്ടു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ പുതിയതിനെ കൈമാറുന്ന, പുതിയതിനെ പ്രാപിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചേ. ഓ വ്യത്യസ്തമായി പുതിയത് കഴിഞ്ഞ ആണ്ടിൽ ചെയ്തതല്ല, കഴിഞ്ഞ നാളിൽ ചെയ്തതല്ല. നിന്റെ മേൽ ദൈവം പുതിയത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പത്രോസിന്റെ ജീവിതത്തിനകത്ത് ദൈവം അനുദിനം പുതിയത് ചെയ്തതുപോലെ 3000 5000 ആയി മാറി വർദ്ധനവ് സംഭവിച്ചെങ്കിൽ ഇന്നാരുടെ ദൈവാത്മാവ് പറയുന്നു നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വർദ്ധനവ് സംഭവിക്കുകയാണ്. അഭിഷേകത്തിന് തീപിടിക്കട്ടെ, അധികാരത്തിന് തീപിടിക്കട്ടെ. ഇന്നലെ വരെ നീ പറഞ്ഞിട്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ വരാത്തത് നീ പറഞ്ഞു തുടങ്ങ. ചിലതിന് മേൽ അഭിഷേകത്തിന് തീ കത്താൻ പോകുക. നിന്റെ നാവിനെ ദൈവത്തിന്റെ തീ. ചിലതിനെ വ്യത്യസ്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ചിലതിനെ വ്യത്യസ്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചിലതിന് മേൽ അധികാരങ്ങളെ കൈമാറുന്നു. ദൈവം ചില താക്കോല് നിന്റെ മേൽ കൈമാറുക. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചില തുറന്നെടുക്കാൻ നിന്റെ മേൽ താക്കോലുകളെ നിന്റെ കരത്തിൽ ദൈവം പരമേൽപ്പിക്കുകയാണ്. സംഭവിക്കട്ടെ, ഇന്ന് രാത്രി സംഭവിക്കട്ടെ, ഇന്ന് രാത്രി സംഭവിക്കട്ടെ, ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ചില പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തിന് ചില താക്കോലുകൾ നീ പ്രാപിക്കുക, നിന്റെ കരത്തിൽ നൽകി തരികയാ. ഇന്നലെ വരെ നിന്റെ മുന്നിൽ തുറക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില ദൈവാത്മാവ് പറയുന്നു നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന താക്കോല് കൊണ്ട്, പ്രാർത്ഥന എന്ന താക്കോല് കൊണ്ട് നീ ചില മണ്ഡലങ്ങളിലെ നീ തുറന്നു കയറിയ സാത്താൻ പറഞ്ഞ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവാത്മാവ് പറയുന്നു നീ തുറന്നു കയറാൻ പോകുക. ഈ ആണ്ട് നീ ചിലത് തുറന്ന് കൈയവകാശമാക്കിയ ദൈവാത്മാവ് പറഞ്ഞു നിനക്ക് സ്വന്തമാണെന്ന് പറയത്തക്ക മേഖലകളിൽ ദൈവാത്മാവ് തുറന്നു കയറാൻ ചിലതിനെ ഇന്ന് രാത്രി അധികാരപ്പെടുത്തുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ സംഭവിക്കട്ടെ. ഇന്ന് മകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കർത്താവേ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തമായി അഭിഷേകത്തിലൂടെ ഇടപെട്ടല്ലോ, ദൈവിക ദൂതുകൾ കൈമാറിയല്ലോ. അവിടെ ജീവിതത്തിനകത്ത് അതിന് വിടുതലായി മാറിയതിനായി സ്തോത്രം. ദൈവാത്മാവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ചിലതിനെ തട്ടി ഉണർത്തിയതിനായി സ്തോത്രം. സൂര്യച്ചയുടെ മറവിൽ ഇരുന്ന് ഏലിയാവിനെ തട്ടി ഉണർത്തിയതുപോലെ ഇന്ന് ചില ജീവിതത്തിനകത്ത്
ദൈവാത്മാവ് ചിലരെ തട്ടി ഉണർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെ അധികാരത്തോടെ ദൈവം ഉപയോഗിക്കണം കർത്താവെ. അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവരുടെ മേഖലയിൽ ഏതൊക്കെ സാഹചര്യങ്ങളെ ഓർത്ത് അവർ പ്രാർത്ഥനയോടെ കടന്നു വന്നു, അതിനകത്തെല്ലാം ദൈവത്തിന്റെ കരമിടപെട്ടതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഭൂതവാദികൾ സൗഖ്യമായതിനായി സ്തോത്രം കർത്താവെ. അവർ പുതിയത് കണ്ടു മടങ്ങിയതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വത്തെ പ്രാപിച്ച് കർത്താവെ സമാധാനത്തോടെ സന്തോഷത്തോടെ മടങ്ങി പോകുന്നതിനായി സ്തോത്രം. കർത്താവ് 4 ദിവസത്തെ യോഗത്തെ ക്രമീകരിച്ച് ഈ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഭവനത്തിൽ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തികൾ കർത്താവെ ഇന്ന് കർത്താവെ ഈ ആണ്ടിൽ ആരംഭിച്ചതിനായി സ്തോത്രം. ചിലതിന് അടിസ്ഥാനമിട്ടതിനായി സ്തോത്രം. ചിലത് അവർ കണ്ടതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു. ആ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബ്രദറിനായി സിസ്റ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ശക്തമായി ദൈവം ഉപയോഗിക്കണം. ചില അധികാരത്തിന്റെ താക്കോലുകളെ ഇന്ന് രാത്രി ഇന്ന് കൈമാറിയതിനായി സ്തോത്രം. അവർ ജ്വലിക്കട്ടെ ദൈവത്തിന്റെ രാജ്യത്തിന്, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അത് ശക്തമായി ദൈവം ഓട്ടിക്കുന്നതിനായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണം. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബമായ മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു. അവരെ കുടുംബത്തെ ദാനമായി കൊടുത്ത കുഞ്ഞിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ഉയർത്തണം, മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കുറയനക്കാനായ ശിവം ക്രൂശിന്റെ അറ്റം ചുമന്നതിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ആ കുടുംബത്തിനകത്ത് സകലതും അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശത്തിനകത്ത് 4 ദിവസം ഈ സുവിശേഷം മുഴങ്ങിയല്ലോ കർത്താവേ. ഞങ്ങളുടെ വചനം പറയുന്നു, ഓ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമോ അതതിന്റെ ക്രിയ ചെയ്യാതെ, അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ 4 ദിവസവും ദേശത്തോട് വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഈ പട്ടണത്തിനകത്ത് ആ വചനം മടങ്ങി വരുമ്പോൾ അതിന്റെ ക്രിയകൾ ഇന്നലെ മുതൽ കർത്താവേ ഇന്ന് സംഭവിച്ചതിനാൽ അത് നടക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. പാടിയ വർഷിപ്പ് ചെയ്ത മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ബലപ്പെടുത്തണമേ. ഈ മീറ്റിംഗ് ഓരോ ദിവസം ഓരോ പട്ടണങ്ങൾ ദേശങ്ങളിൽ മാറി മാറി ചെയ്യുന്ന പ്രിയ വിശുദ്ധ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരങ്ങ് ബലപ്പെടുത്തണമേ, അവരെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന് കൃപ കൊണ്ട് നിറയ്ക്കണമേ. അനവധി ഇടങ്ങളിലേക്ക് ഇനിയും ഓടുവാനുണ്ട്, ഇനിയും സഞ്ചരിപ്പാനുണ്ട്, സാഹചര്യങ്ങൾ ഇനിയും മാറി വരാനുണ്ട്. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലുന്നതിനനുസരിച്ച് കർത്താവ് ഇത് ഇന്നും ഓരോ ദിവസം അനുഗ്രഹത്തോടെ ക്രമീകരിപ്പാൻ അതിന് സൗണ്ട് സിസ്റ്റങ്ങൾ ആവശ്യമുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, വഴികളെ വാതിലുകളെ ദൈവം തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. അവിടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ്. ഈ മീറ്റിംഗിന് പങ്കെടുത്ത എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവിന്റെ 2 വരവോളം നമ്മോടും സകല ജനത്തോടും ദേശത്തോടും ഇന്നും എന്നേക്കും കൂടെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. കരമുറുതി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.